എന്ന് മാത്രമേ ഉള്ളൂ. മാറ്റത്തിനെ വിളിക്കുന്ന പേര് വേണമെങ്കിൽ മരണം എന്നാകാം. മരണം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, മാറ്റം മാത്രം. അങ്ങനെ മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഇനി അതെടുത്ത് പറയും. അങ്ങനെ മരിച്ചു എന്ന് പറയുകയാണ് വേണ്ടതെങ്കിൽ ഗർഭപാത്രത്തിലുണ്ടായിരുന്ന ശിശു പുറത്തേക്ക് വന്നപ്പം ഗർഭപാത്രത്തിലുണ്ടായിരുന്ന ശിശു മരിച്ചു എന്ന് പറയണം. അത് പറയാൻ പറ്റില്ല. 5-ാം വയസ്സിലുള്ള ആളെ അല്ല നമ്മളിപ്പോൾ. നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചർ എല്ലാം മാറിയിട്ടുണ്ടാവും. വലിയൊരു അപ്പം പറയും ഒരു ചെറിയ സാമ്യമുണ്ടല്ലോ, അത് അപ്പൂപ്പനുമായിട്ട് സാമ്യമുണ്ട്, അച്ഛനുമായിട്ട് സാമ്യമുണ്ട്, അമ്മൂമ്മയായിട്ട് സാമ്യമുണ്ട്, വകയിലൊരു ബന്ധുവായിട്ട് സാമ്യമുണ്ട്. സാമ്യം പലരുമായിട്ട് നമ്മുടെ മുഖത്തിനുണ്ട്. 5-ാമത്തെ വയസ്സിൽ ജീവിച്ചിരുന്ന നമ്മുടെ മുഖമായിട്ട് നമുക്കിപ്പോൾ സാമ്യമുണ്ട്. പക്ഷെ മാറ്റമുണ്ട്. അപ്പൊ ഇത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. നശിച്ചു പോകുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. നാശം ഇല്ല, അല്ല, മാറ്റം മാത്രമേ ഉള്ളൂ, നാശം ഇല്ല, മരണമില്ല. അപ്പൊ മരണത്തെ കുറിച്ച് ഇനി വേവലാതിപ്പെടണം. അപ്പൊ അതൊന്നും കൂടി നമുക്ക് ചിന്തിക്കാം. കാരണം ഇത് മനസ്സിലായാൽ അത് ഒന്ന് ക്ലിക്ക് ചെയ്തോളണമെന്നൊന്നുമില്ല. ഇത് ക്ലിക്ക് ചെയ്താൽ തീർന്നു. എന്തോരം പ്രയാസം തീർന്നേ. പിന്നെ മരുന്നൊക്കെ മാറ്റം മാത്രമാണ്. മാറ്റം പറഞ്ഞല്ല, ഏതുപോലെ ഒരു നർത്തകൻ വേദിയിൽ വരികയാണ്. അപ്പം ആശയവിനിമയം ചെയ്യാൻ മുദ്രകളൊക്കെ കാണിക്കണം. അപ്പം ഇങ്ങനെ കാണിക്കും, അത് മാനാണ്. അത് കഴിഞ്ഞാൽ വേറൊരു മുദ്ര കാണിക്കും, ഹംസമാണ്. അങ്ങനെ പല മുദ്രകൾ ഇവർ കാണിക്കും. ചിന്മുദ്ര കാണിക്കും, അങ്ങനെ പറവകൾ ഇങ്ങനെ പറക്കുന്നത് കാണിക്കും. അങ്ങനെ പലതരത്തിലുള്ള മുദ്രകൾ കാണിക്കും. മുദ്രകൾ കാണിക്കാൻ 5 വിരലുകളും കൂടുകയും അഴിയുകയും വേണം. മുദ്ര ജനിച്ചു, മുദ്ര മരിച്ചു. മുദ്ര ജനിച്ചു, മുദ്ര നിലനിൽക്കുന്നു, മുദ്ര മരിച്ചു എന്ന് പറയില്ലല്ലോ. മുദ്രകൾ പ്രകടിപ്പിക്കുവാൻ ഉപയോഗിച്ച വിരലുകൾ ഒന്നും നശിച്ചിട്ടില്ല. മുദ്രയുടെ ആകൃതി മാത്രമേ നശിച്ചിട്ടുള്ളൂ. അതേപോലെ പഞ്ചഭൂതങ്ങളിൽ ഒന്നുപോലും നശിക്കുന്നില്ല മരണസമയത്ത്. ശരീരമായി മാറുന്ന പഞ്ചഭൂതങ്ങൾ, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. മണ്ണ്, വെള്ളം, തീയ്, കാറ്റ്, ആകാശം. ഇത് 5-ൽ ഒന്നുപോലും നശിക്കുന്നില്ല. നമ്മുടെ ശരീരം മരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കത്തിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുഴിച്ചിടുമ്പം ഒന്നും നശിക്കുന്നില്ല. മണ്ണ് മണ്ണായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, വെള്ളം വെള്ളമായിട്ട് തന്നെയാണ് നിൽക്കുക, വായു വായുവായിട്ടാണ് നിൽക്കുക, അഗ്നി അഗ്നിയായിട്ടാണ് നിൽക്കുക, ആകാശം ആകാശമായിട്ടാണ് നിൽക്കുക. അപ്പൊ ഈ നാശമില്ല. കോൺഷ്യസ്നെസ്സിനാണ് മരണം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതും സംഭവിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുമ്പോഴും നമുക്ക് കോൺഷ്യസ്നെസ് ഇല്ല. ഡീപ്പ് സ്ലീപ്പ്, സുഷുപ്തി അവസ്ഥയിലും നമ്മൾ കോൺഷ്യസ് അല്ല. അപ്പൊ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി മരിച്ചു എന്ന് പറയണം. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മരിച്ചില്ല എന്ന് തന്നെയാണ് നമ്മളുടെ ധാരണ. ഇനി ആൾഷൈമേഴ്സ് അല്ലെങ്കിൽ ഡെമൻഷ്യ പിടിച്ച് ഓർമ്മ മുഴുവൻ പോയാലും മരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു സാധനം ഇല്ല. മരണം എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ലെങ്കിൽ ജനനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ആകെ ഉള്ളത് മാറ്റം മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പഞ്ചീകൃതമായ ഇത് അഴിഞ്ഞ് മറ്റൊരു പഞ്ചീകൃതമായ രൂപത്തിലേക്ക് വരാം. അങ്ങനെ ഇത് നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും. മരണമില്ല. നമ്മൾ അങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ പുറകോട്ട് 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 കൊണ്ടുപോയാൽ ആദ്യകാലം മുതൽ ഇവിടെ നിൽക്കുന്ന ആ നിത്യ ചൈതന്യത്തിൻ്റെ വകഭേദങ്ങൾ മാത്രമാണ് ഞാനും നിങ്ങളും. അനശ്വരരാണ്, അമരരാണ്, നിത്യരാണ്. ഇനി നമ്മുടെ ഞാൻ എന്ന ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് 5-ാമത്തെ വയസ്സിലും 15-ാമത്തെ വയസ്സിലും 25-ാമത്തെ വയസ്സിലും 50-ാമത്തെ വയസ്സിലും ഒരേ ബോധം തന്നെ, അതിനും മാറ്റമില്ല. അതുകൊണ്ടാണ് 70 വയസ്സൊക്കെ ആയവർ പറയണത് എനിക്ക് 17 വയസ്സിൻ്റെ ചെറുപ്പമാണ്. അതവർ വെറുതെ പറയണതല്ല, അത് വീമ്പ് പറയുന്നതുമല്ല. ഞാൻ എന്നുള്ള ബോധത്തിന് വാസ്തവത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ശരീരമാണ് പ്രായമാവുകയും മാറുകയും ചെയ്യുന്നത്.
ഞാൻ എന്ന ബോധത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അത് എന്നു മുതൽ നമുക്ക് ഓർമ്മയുണ്ടോ അന്ന് മുതൽ ഇന്ന് വരെ അതൊരേ ബോധം, അതിനൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെയും നാശമൊന്നുമില്ല. പിന്നെ എവിടെയും മരണം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. മരണം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് ജനനവും ഇല്ല. ട്രാൻസ്ഫോർമേഷൻ മാത്രമേ. ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ട്രാൻസ്ഫേർഡ് ആവുക ചെയ്യുന്നു. ഏകകോശ ജീവിയായിരുന്നു, സൈഗോട്ടായിരുന്നു കുറച്ച് കാലം. 3 മാസം കഴിഞ്ഞപ്പോൾ കൈയും കാലമൊക്കെ വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തലയൊക്കെ വെച്ചു. കുറച്ച് വലുതായി. അത് കഴിഞ്ഞാൽ ഗർഭപാത്രത്തിനകത്ത് കൊള്ളാൻ പറ്റാതാകുമ്പോഴാണ് അത് പുറത്തേക്ക് ചാടുന്നത്. അതിനാ പ്രസവം എന്ന് പറയുന്നത്. അതിനകത്ത് കൊള്ളാതാകുമ്പം ഒരു പാത്രത്തിനകത്ത് നിറഞ്ഞ് കൊള്ളാതാകുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് നിറയ്ക്കും. അതുപോലെ പാത്രം ചാടി അങ്ങനെ മാറി വരുന്നതാണ്. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, നീയും ഞാനും ഈ കാണുന്ന രാജാക്കന്മാരും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേയില്ല, ഇല്ലാതാകുന്ന ഒരു കാലവും ഉണ്ടാവുകയേയില്ല. അതുകൊണ്ട് മരണത്തെ പറ്റി പേടിക്കുകയേ വേണ്ട. ഇത്ര മനോഹരമായ കാഴ്ച ആലോചിച്ച് നോക്കൂ. ഇനി മെഡിക്കൽ സയൻസിന്റെ ഭാഷയെ പറഞ്ഞാലും മരണം എന്താണെന്ന് അവർക്കറിയില്ല. മരിച്ചു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ മരിച്ചോ ഇല്ലയോ എന്നുള്ളത് അവർക്കറിയില്ല. ബ്രെയിൻ മരിക്കുമ്പോഴാണോ മരിക്കുന്നത്, ഹാർട്ട് നിൽക്കുമ്പോഴാണോ മരിക്കുന്നത്, എന്താണെന്ന് ഒരു പിടിയുമില്ല. അതുകൊണ്ട് മരണം ഒരു പ്രഹേളികയാണ്. മരണത്തെക്കുറിച്ചുള്ള ഭയം അടിസ്ഥാനരഹിതമാണ്. മാറും. ഭഗവാൻ കുറച്ച് കഴിഞ്ഞാൽ പറയും, അടുത്ത ശ്ലോകത്തിൽ പറയും. എന്താ അത് പറയണത്? ഇനി നിങ്ങൾ ഈ മാറ്റമാണ് മരണം എന്ന് കരുതി അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തത് പറയുകയാണ്, ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ, ഈ ദേഹത്തിലിരിക്കുന്ന ദേഹി, അത് കൗമാരം യൗവനം ജര പ്രായമാവല്, അതിലൂടെ കടന്നു പോകുന്നത് പോലെ മാത്രമേ ഉള്ളൂ മറ്റൊരു ശരീരം സ്വീകരിക്കുന്നത്, അതായത് മരണം സംഭവിക്കുന്നത്. ഇത് ധീരസ്തത്ര ന മുഹ്യതി, ധീരന്മാരെ മോഹിപ്പിക്കുന്നില്ല, അവരെ ഭ്രമിപ്പിക്കുന്നില്ല. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് മാറുമ്പം കൗമാരം നശിച്ചു, ഇനി തിരിച്ച് കൗമാരം വരില്ല. യൗവനത്തിൽ നിന്ന് ജരാവസ്ഥ, വൃദ്ധാവസ്ഥയിലേക്ക് ശരീരം മാറുമ്പം കൗമാരം യൗവനം നശിച്ചു, ഇനി അത് തിരിച്ചു വരില്ല. അതുപോലെ ഉള്ളൂ ഒരു ശരീരത്തിൽ നിന്ന് പുനർജന്മത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് കയറുന്നത്. അതും എങ്ങനെ അടുത്ത ജന്മത്തിലേക്ക് കയറുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഭാരതത്തിലുണ്ട്. സാഖ്യയോഗം അനുസരിച്ച് അത് തന്നെയാണ് ഭാഗവതത്തിൽ പറയുന്നത്, ഒരു പുൽച്ചാടി ഒരു പുല്ലിൽ നിന്ന് മറ്റൊരു പുല്ലിലേക്ക് ചാടുന്നത് പോലെയാണ് ഒരു ദേഹി ദേഹം വെടിയുന്നത്. പുൽച്ചാടി ഒരു പുല്ലിൽ നിന്ന് പൂർണ്ണമായിട്ടും ചാടുന്നത് മറ്റൊരു പുല്ല് കിട്ടിയാൽ മാത്രമാണ്. അതേപോലെയാണ് ഒരു ദേഹി അതിൻ്റെ അടുത്ത ദേഹം കണ്ടുവച്ചിട്ടാണ് ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നത്. ഭാഗവതം അനുസരിച്ചും സാഖ്യയോഗം അനുസരിച്ചും അങ്ങനെയാണ്. വൈദിക രീതിയാണെങ്കിൽ, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ, ഉപനിഷത്തുക്കളിലാണ് അത് പറയുന്നത് കൃത്യമായിട്ടും. ഋഗ്വേദത്തില് പൂർവ്വ പുനർജന്മങ്ങളെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളില്ല. ഋഗ്വേദ കാലഘട്ടത്തിൽ പൂർവ്വ പുനർജന്മങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. ഈ വൈദികമായിട്ടുള്ള പുനർജന്മ വിചിന്തനങ്ങൾ നടത്തുന്നത് ഉപനിഷത്ത് കാലഘട്ടത്തിലാണ്, അതിനു മുമ്പില്ല. അപ്പോൾ ഉപനിഷത്തുക്കളിൽ എങ്ങനെയാ പറയുന്നത്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ യാത്ര തുടരും. ആ യാത്രയ്ക്ക് പോകാനാണ് ഈ കുടത്തിൽ നിന്ന് പൊട്ടിച്ച വെള്ളമൊക്കെ തരില്ലേ, വെള്ളം കൊണ്ട് മാത്രമേ ഈ പിതൃക്കൾ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പിണ്ടോദകം എന്നൊക്കെ പറഞ്ഞത്. ഉദകം, വെള്ളത്തിലൂടെയാണ് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുക. ഈ വെള്ളം കൊണ്ട് അവർ ഒരു ദിവസം യാത്ര ചെയ്യും. അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷം, ആണ്ടുബലി എന്നൊക്കെ പറയുന്നത്. ഈ വർഷം മരിച്ചാൽ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ഈ പിതൃക്കള് ഈ പരേതാത്മാവ് വൈതരണി നദിയുടെ തീരത്തെത്തും. വൈതരണി നദിയുടെ തീരത്തെത്തിയാൽ ചില ചടങ്ങുകൾ ചെയ്തിട്ട് ഈ
വൈതരണി നദി കടത്തിവിട്ടു. വൈതരണി നദി കടത്തിവിട്ട് കഴിഞ്ഞാൽ അര്യമാവിൻ്റെ ലോകത്തിലേക്കാണ് ചെല്ലുക. അര്യമാവിൻ്റെ ലോകത്ത് ചെല്ലുമ്പോൾ ലെഡ്ജർ ബുക്ക് ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഒറിജിനൽ പേരിൽ, നമ്മുടെ ഇപ്പോഴുള്ള പേരൊക്കെ ഒറിജിനലാണോ എന്ന് ആർക്കും അറിയില്ല. കാരണം ഇതിന് മുമ്പ് പല പേരുകളിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇപ്പം ഗിരീഷ് കുമാർ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. പണ്ടെന്തായിരുന്നു പേരെന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമുക്ക് ഒറിജിനൽ ചിലപ്പോൾ നമ്പർ ആയിരിക്കും, അറിയില്ല. അവിടുത്തെ ലെഡ്ജർ കണ്ടിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. ഓരോ പേജ് ഉണ്ടാവും. എന്തായാലും ആ പേജ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് പറയും, ഇയാൾ കുറച്ച് കാലം ഒരു 3 months നരകത്തിൽ പോട്ടെ, അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി ഇന്ന സ്ഥലത്ത് പോട്ടെ. അങ്ങനെ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമൊക്കെ അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്കും ഭൂമിയിൽ 7 ജന്മം കഴിയും, 7 തലമുറ കഴിയും. അതുകൊണ്ടാണ് പെലവാലായ്മകൾ വൈദിക വിധി പ്രകാരം 7 തലമുറ വരെ മാത്രമേ ഉള്ളൂ. പെല മുറിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. അങ്ങനെ മുറിക്കണം എന്നുണ്ടെങ്കിൽ 7ാമത്തെ തലമുറ വെച്ച് മുറിക്കാം. അപ്പോൾ പെല മുറിക്കാം. അപ്പോൾ 7ാമത്തെ തലമുറയാകുമ്പം, നമ്മുടെ ഭൂമിയിൽ 7ാമത്തെ തലമുറയാകുമ്പം ഇവിടുന്ന് വിട്ടയാൾ അയാളുടെ കർമ്മഗതിയൊക്കെ ഏകദേശം അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. അയാൾ മഴയിലൂടെ ആ ജീവൻ ഭൂമിയിലേക്ക് വരും. ആ മഴത്തുള്ളി ഏതെങ്കിലും ഒരു ചെടി എടുക്കും. ആ ചെടി ഏതെങ്കിലും ഒരു മൃഗം, മനുഷ്യൻ തന്നെ ആയിക്കൊള്ളണം എന്നില്ല, ഈച്ച ചത്തങ്ങു പൂച്ചയായിടുന്നു ജ്ഞാനപ്പാന, ഏതെങ്കിലും ഒരു മൃഗം ആഹരിക്കും. ആ മൃഗത്തിൻ്റെ രേതസ്സിലൂടെ ആ മൃഗമായിട്ട് വീണ്ടും പുനർജനിക്കും. ജനന മരണമാകുന്ന ഈ സർക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് മറ്റൊരു സങ്കല്പം. പുൽച്ചാടിയുടേതും ഭാരതീയ സങ്കല്പമാണ്. ഭാരതത്തിലെ പുനർജന്മം എന്നുള്ളത് ഒറ്റ സങ്കല്പം അല്ലാന്ന് കാണിക്കാനാണ് ഞാൻ വൈവിധ്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഭാഗവതത്തിൽ സാഖ്യത്തിലും പുൽച്ചാടിയും ആണ്. പുൽച്ചാടി ഒരു പുല്ലിൽ നിന്ന് ചാടുന്നത് പോലെയാണ്. അപ്പോൾ ഇത്രയും ടൈമൊന്നും എടുക്കുകയില്ല. വേദത്തിൽ ഇല്ല ഉപനിഷത്തുക്കൾ. ഉപനിഷത്തും കൂടെ ചേർന്നതിനെയാണ് വേദം എന്ന് പറയുന്നതെങ്കിൽ വേദത്തിൽ, അല്ലെങ്കിൽ ഋഗ്വേദത്തിൽ പൂർവ്വ പുനർജന്മങ്ങളെ കുറിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിർത്തിയിട്ട് എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും കൂടി ഒരു സംശയ നിവാരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ബലിക്രിയകളെക്കുറിച്ച്. തോറ്റമൊക്കെ ആടുന്ന സമയത്ത് ഇവിടെ മൃഗബലി നടത്താറുണ്ട്. അപ്പോൾ ആ മൃഗബലിയെക്കുറിച്ചിട്ടും ചെറുതായിട്ടൊന്ന് സംസാരിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇത് നല്ല സന്ദർഭം. അപ്പം ഇങ്ങനെ മനുഷ്യരിങ്ങനെ മൃഗങ്ങളും ഒക്കെ ആയിട്ട് തീരും. മനുഷ്യനായി തന്നെ ജനിച്ചു കൊള്ളണം എന്നില്ല. മനുഷ്യന് ഏത് മൃഗവും ആകാം, ചെടിയും ആകാം. ഇതാണ് പുനർജന്മ സിദ്ധാന്തം. അങ്ങനെ ഇത് ഭാരതീയരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാധിഷ്ഠിതമായി ചിന്തിക്കുന്നവരുടെ വൈവിധ്യങ്ങളാണ്. ഇനി ഇതല്ലാതെ ഉണ്ട് ഒരുപാട് വ്യത്യസ്ത പുനർജന്മ സങ്കല്പങ്ങളുണ്ട്. ബൗദ്ധരുടെ ആണെങ്കിൽ ഇങ്ങനെയല്ല. 49 ദിവസമാണ് ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ലോകത്തിൽ കിടക്കുക. അതിന് ബാർഡോ എന്നാണ് അവർ വിളിക്കുക. 49 ദിവസം. 49ാമത്തെ ദിവസം ആ ജീവന് യോജിച്ച ഒരു യോനി, ആ ജീവൻ കണ്ടെത്തുകയും ആ യോനിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. നമുക്കുണ്ട് അങ്ങനെ. 3ാമത്തെ മാസമാണ് ഗർഭപാത്രത്തിൽ കിടക്കുന്ന അണ്ഡത്തിലേക്ക്, ആ ഭ്രൂണത്തിലേക്ക് ജീവൻ പ്രവേശിക്കുന്നു. നമ്മുടെ സങ്കല്പം അത് ബൗദ്ധ സങ്കല്പമാശിക്കും. ബൗദ്ധരുടെ സങ്കല്പം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാൽ 49 ദിവസം ബാർഡോയിൽ കിടക്കും. 49 ദിവസത്തിനകം തീരുമാനിക്കും. യോജിച്ച ഒരു യോനി കിട്ടിയാൽ അങ്ങോട്ട് ചാടും. പിന്നെ അവിടെ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ പോകും. ഇനി 49 ദിവസത്തിനകത്ത് ഇത് കിട്ടിയില്ലെങ്കിലോ? അങ്ങനെയാണ് ഈ പിശാച പ്രേതങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. പിന്നെ അതിനെയൊക്കെ മോക്ഷം കൊടുക്കാനുള്ള വകുപ്പുകളും വഴികളും ഒക്കെ ബൗദ്ധമതത്തിലുണ്ട്. ഇതാണ് പൂർവ്വ പുനർജന്മ സങ്കല്പമൊക്കെ. അങ്ങനെ ജനിച്ചു വരികയാണ്. അങ്ങനെ അല്ലയോ അർജുന, നീ അങ്ങനെ വിഷമിക്കുകയാണെങ്കിൽ നീ എൻ്റെ ബാല്യം മരിച്ചേ എന്ന് പറഞ്ഞ് വിഷമിക്കണം, നീ എൻ്റെ കൗമാരം ചത്തേ എന്ന് പറഞ്ഞ് വിഷമിക്കണം, നീ എൻ്റെ ജരാവസ്ഥ മരിച്ചുപോയേ എന്ന് പറഞ്ഞ് വിഷമിക്കണം. അങ്ങനെ ഓരോ ട്രാൻസ്ഫറിനും നീ വിഷമിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഇതിനെ പണിയുണ്ടാവുള്ളൂ. കാരണം ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക്, കൗമാരത്തിൽ നിന്ന് ജരാവസ്ഥയിലേക്ക്, വൃദ്ധാവസ്ഥയിലേക്ക്, വൃദ്ധാവസ്ഥയിൽ നിന്ന് അടുത്ത ശരീരത്തിലേക്ക്. അപ്പോൾ പിന്നെ ഇതിലെന്താണ് പേടിക്കാനുള്ളത്? അതുകൊണ്ട് ധീരസ്തത്ര മുഖ്യതി, ധീരന്മാർ അതുകൊണ്ട് ഇതിലൊന്നും അവർക്ക് ഇതൊന്നും ഭ്രമം ഉണ്ടാക്കുന്നില്ല, അവർക്ക് വിഷമം ഉണ്ടാകുന്നില്ല. ധീരന്മാർ എന്നാണ് വിളിച്ചത്.
ധീരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്തത് ചെയ്യാൻ ധൈര്യമുള്ളവർ എന്നല്ല. സാധാരണക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യമുള്ളവരെ വിളിക്കുന്ന പേരല്ല ധീരൻ. ധീരൻ എന്ന് പറഞ്ഞാൽ ധീയിൽ രമിക്കുന്നവൻ. ധീ ബുദ്ധി, അറിവ്, വീണ്ടും വിചാരം, കോമൺ സെൻസ് അതുള്ള ആളെ ആ ധീരൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത അടി ഉണ്ടാക്കുന്ന ധീരൻ, അതൊന്നും ധീരന്മാരല്ല. അതൊക്കെ അടിപിടി കൂടുന്നവര്, തല്ലുകൊള്ളികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കൊടുക്കുന്നവരും വാങ്ങിക്കുന്നവരും. കൊടുക്കൽ മാത്രം എവിടെ ഉണ്ടാവില്ലല്ലോ, അപ്പൊ കൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് കൂടുന്ന എല്ലാവരെയും തല്ലുകൊള്ളികൾ എന്ന് വിളിക്കാം. കൊള്ളുകയും ചെയ്യുമല്ലോ. അതൊന്നും ധീരന്മാരല്ല. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ധൈര്യമാണെന്നൊക്കെ പറയില്ല. അതൊന്നും ശാരീരികമായിട്ടുള്ള മികവല്ല ധൈര്യം. ധീയിൽ രമിക്കുന്നവനാരോ അവൻ ധീരൻ. അപ്പൊ ആ ധീരൻ മോഹിക്കുന്നില്ല. എന്താ കാര്യം? കാര്യങ്ങൾ അറിയാം. പുഴുങ്ങാനിട്ട് ഒരു മുട്ട, അത് പുഴുങ്ങി വന്നാൽ പച്ചമുട്ട ചത്തയെന്ന് പറഞ്ഞ് കരയുന്ന ആളെ വിവരമുള്ള ആളെന്ന് വിളിക്കാൻ പറ്റുമോ? മുട്ട ഇട വെച്ചു, മുട്ട വിരിഞ്ഞ് എൻ്റെ മുട്ട മുഴുവൻ പോയേ എന്ന് പറഞ്ഞ് കരയുന്ന ആളെ ധീരൻ വിളിക്കാൻ പറ്റില്ല. അറിവുള്ള ആളല്ല. കാരണം അറിവുള്ളവർ അതിൽ വ്യസനിക്കില്ല. അറിവുള്ളവർക്ക് ഇതറിയാം. ഇത് മാറ്റം മാത്രമാണ്. അരിമാവ് ദോശയാകുന്നത് പോലെ, ഇഡലിയാകുന്നത് പോലെ ഇതൊരു മാറ്റം മാത്രമാണെന്നറിയാവുന്നവർ ഈ ശരീര ട്രാൻസ്ഫറിൽ വിഷമിക്കില്ല. ഈ സങ്കല്പം, ഈ പുനർജന്മ പൂർവജന്മ സങ്കല്പം ആദ്യം ഉണ്ടാകുന്നത് ഭാരതത്തിലാണോ എന്നുള്ളത് സംശയമാണ്. ഋഗ്വേദാദികളിൽ, ഋഗ്വേദമാണ് ഏറ്റവും പഴയ വേദം. 1500 BCE ഈ ഋഗ്വേദം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കാലഗണനകളെല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ 10,000 വർഷം മുമ്പ് ആണ് ഇതുണ്ടായതെന്നൊന്നും ഞാൻ കരുതുന്നില്ല. നിങ്ങൾ അങ്ങനെ കരുതുന്നതിന് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ ഞാനാണല്ലോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പം എൻ്റെ ശരികളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 10,000 കൊല്ലം മുമ്പുണ്ടായതാണ്, ലക്ഷക്കണക്കിന് മുമ്പുണ്ടായതാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. 3 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ മനുഷ്യൻ ഉരുത്തിരിഞ്ഞ് വന്നിട്ട്, ആന്ത്രോപോളജി അനുസരിച്ചിട്ട്. അതിൽ 50,000 വർഷമേ ആയിട്ടുള്ളൂ മോഡേൺ മാൻ, ഇന്ന് കാണുന്നത് പോലത്തെ മനുഷ്യർ ഉരുത്തിരിഞ്ഞ് വന്നിട്ട്. അതിന് 3000 വർഷമോ 4000 വർഷമോ മറ്റോ ആയിട്ടുള്ളൂ ഭാഷ തന്നെ ഉരുത്തിരിഞ്ഞ് വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതൊന്നുമല്ല ശരി, ഇവിടുത്തെ ആൾക്കാർ പറയുന്നതാ ശരി എന്ന് മുഴുവൻ ഞാൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് 1500 BCE എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ഇഷ്ടപ്പെടണ്ട, തൽക്കാലം കേട്ടാൽ ഞാൻ മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് 1500 BCE-യിലാണ്, അതായത് പഴയ BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ ഇറ. AD BC എന്ന് ഇപ്പോൾ പറയില്ല, സെക്യുലർ ആയതുകൊണ്ട്. AD BCE എന്നുള്ളത് ക്രിസ്തുവിൻ്റെ മരണത്തെ കേന്ദ്രീകരിച്ചുള്ളതായതുകൊണ്ട് സെക്യുലർ ആൾക്കാർ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ബിഫോർ കോമൺ ഇറ, കോമൺ ഇറ, അങ്ങനെയാണ് 2 തരം. ഇപ്പോൾ 1500 BCE-യിൽ ഉണ്ടായിട്ടുള്ള ഋഗ്വേദം അത് ഒറ്റയടിക്കുണ്ടായതല്ല, അതൊരു കാലാന്തരത്തിലുണ്ടായതാണ്. ആ 10 മണ്ഡലങ്ങളോട് കൂടിയിട്ടുള്ള ഋഗ്വേദത്തിന് 2 തലങ്ങളുണ്ട്. പഴയ ഋഗ്വേദത്തിൻ്റെ തലവും പുതിയ ഋഗ്വേദ തലവും. അതൊക്കെ എല്ലാ സ്കോളേഴ്സും, ഇന്ത്യൻ വിദേശ സ്കോളേഴ്സുകളെല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണെന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ തർക്കിക്കാനില്ല. ഞാൻ ഈ വേദം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ വള്ളിപുള്ളി വിടാതൊന്നും വായിച്ചിട്ടില്ല. അത് സാധ്യവുമല്ല, എനിക്ക് സമയവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഈ വേദം എന്ന ഒരു പീരിയഡ് ഓഫ് ടൈമാണ് ഇത് ഉരുത്തിരിഞ്ഞ് വരുന്നത്. ആ കാലഘട്ടത്തിലൊന്നും അതിൽ പൂർവജന്മ പുനർജന്മ സിദ്ധാന്തങ്ങളില്ല, ഋഗ്വേദത്തിലില്ല. പൂർവജന്മ പുനർജന്മ സിദ്ധാന്തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്നത് ഉപനിഷത്ത് കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് നോർത്ത് വെസ്റ്റേൺ കാനഡ, വളരെ മഞ്ഞ് കൂടി കിടക്കുന്ന സ്ഥലം, അവിടെ എസ്കിമോസ്, ഇപ്പോൾ എസ്കിമോസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. അത് റേഷ്യൽ ഡിസ്ക്രിമിനേറ്ററി വാക്കാണെന്നുള്ള, ഡെറഗേറ്ററി വാക്കാണെന്നുള്ളത് കൊണ്ട് എസ്കിമോസ് എന്നുള്ള വാക്ക് ഇപ്പോൾ ഉപയോഗിക്കില്ല. അപ്പോൾ ഇനിയോയിറ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് എന്താ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇപ്പോഴും എനിക്ക് അത് പിടികിട്ടിയിട്ടില്ല. വികലാംഗൻ എന്ന് പറഞ്ഞാൽ മോശം, ദിവ്യാംഗൻ എന്ന് പറഞ്ഞാൽ കേമം. രണ്ടും ഒന്ന് തന്നെയാണ്. ഡിഫറൻ്റ്ലി ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, വേറെന്തെങ്കിലും പറഞ്ഞാൽ മോശം. ക്രിപ്പിൾഡ് എന്ന് പറഞ്ഞാൽ മോശം. അതെങ്ങനെയാണ് മോശമാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ പറയുന്നയാളുടെ ഭാവത്തിലല്ലേ മോശവും നല്ലതും കിടക്കുന്നത്. ഞാൻ അങ്ങനെ ഒരാളെ മോശമായിട്ട് കണക്കാക്കുന്നില്ലെങ്കിൽ വികലാംഗൻ എന്ന് പറഞ്ഞാലും ദിവ്യാംഗൻ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയല്ലേ.
പക്ഷെ അങ്ങനെയല്ല, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വളരെ നമ്മുടെ നാട്ടിലൊന്നും അത്ര ആവാത്ത കൊണ്ടാണ് കുഴപ്പമില്ലാത്തത്. വിദേശ നാടുകളിലൊക്കെ ഈ വാക്കുകൾക്ക് വ്യത്യാസം വന്നാൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എസ്കിമോസ് എന്ന് വിളിച്ചാൽ അത് റേഷ്യൽ ഡിസ്ക്രിമിനേറ്ററി ആണ്, ഡെറഗേറ്ററി ആണ്, അത് നിന്ദാസൂചകമാണ് അത്ര. അതുകൊണ്ട് ഇന്യൂയിറ്റ് എന്നാരെ വിളിക്കുക. ഈ ഇന്യൂയിറ്റുകാരുടെ ഇടയിൽ എത്രയോ കാലം മുമ്പ് ഈ പുനർജന്മ സിദ്ധാന്തം ഉടലെടുക്കുകയാണ്. അതായത് പണ്ട് കാലത്ത് ഇത്രയൊന്നും ആയുസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് മരിക്കും, 45-50 വയസ്സൊക്കെ ആകുമ്പം മരിക്കും. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ 60 വയസ്സായവരെ വൃദ്ധർ, കിളവന്മാരെന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ കിളവനായി. പക്ഷേ എൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കിളവനല്ല എന്നാണ്. കാലം മാറി. ഇപ്പം ഒരു 80 വയസ്സ് അല്ലെങ്കിൽ 85 വയസ്സാവണം. ഇനി എനിക്ക് 80-85 വയസ്സാവുകയാണെങ്കിൽ ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ട് ഇതിങ്ങനെ മാറി മാറി വരിക. പണ്ടൊരു 45-50 വയസ്സൊക്കെ ആകുമ്പോൾ ആൾ മരിക്കും. ലോഞ്ചിവിറ്റി ഇല്ല. ജീവേമ ശരദശതം എന്നൊക്കെ ആശിസ്സുകളാണ്, അനുഗ്രഹിക്കുകയാണ് 100 വയസ്സ് ജീവിച്ചിരിക്കട്ടെ എന്ന്. എന്താ കാരണം? 100 വയസ്സ് ജീവിക്കുന്നവർ വളരെ അപൂർവമാണ്. വിവേകാനന്ദ സ്വാമി, ശങ്കര ഭഗവത് പാദര്, ഇവരൊക്കെ 32-ാമത്തെ വയസ്സ് 33-ാമത്തെ വയസ്സിലാണ് പോകുന്നത്. അത്രയേ ഉള്ളൂ വയസ്സ്, പ്രായം. അപ്പോൾ പ്രായം കഴിഞ്ഞതുകൊണ്ട് മുത്തശ്ശിയെ ഇവരെ ഒന്നും കൊച്ചുമക്കളുള്ള കാലത്ത് ഉണ്ടാവില്ല. മക്കൾ ജനിച്ച് കുറച്ച് കാലം കഴിഞ്ഞാൽ അച്ഛനമ്മമാർ മരിക്കും. അവർക്ക് മക്കളുണ്ടാകുമ്പം ആ മക്കൾക്ക് മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ മരിച്ചു പോയവരുടെയോ ഒക്കെ ഒരു മുഖസാദൃശ്യം ഉണ്ടാകും. അപ്പൊ ഇവർ വിചാരിച്ചിരുന്നത് മുത്തശ്ശൻ അല്ലെ മുത്തശ്ശി അല്ലെ മരിച്ചുപോയ ബന്ധുക്കള് പുനർജനിച്ചതാണ് ഈ കുഞ്ഞ്. അന്ന് ഈ ജെനറ്റിക്സ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ അവര് ഈ പുനർജന്മ സിദ്ധാന്തം, വീണ്ടും വീണ്ടും ജനിക്കും എന്ന സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ മുഖസാദൃശ്യമൊന്നുമില്ല. അങ്ങനെ അവർ പതുക്കെ മനുഷ്യരായി തന്നെ ജനിച്ചു കൊള്ളണമെന്നില്ല, മൃഗങ്ങളായിട്ടും ജനിക്കാം. നമ്മൾ പൂന്താനമൊക്കെ അത് പാടുന്നുണ്ട്. ഈച്ച ചത്തങ്ങ് പൂച്ചയായിടുന്നു, നരൻ ചത്തുടൻ നാരിയായിടുന്നു. ഒരുപാട് ആ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയുടെ ഭാഗത്ത് മനുഷ്യനായിട്ട് തന്നെ പുനർജനിച്ചോളണം എന്നില്ല. അങ്ങനെ മനുഷ്യൻ മൃഗങ്ങളായിട്ട് പുനർജനിക്കാം. അപ്പം എൻ്റെ ചുറ്റുപാടുകളിലുമുള്ള മൃഗങ്ങൾ ഒരു പക്ഷേ എൻ്റെ പൂർവികർ ആയിരിക്കാം. അപ്പം ഞാൻ അവരെ ഭക്ഷിക്കാൻ പാടുണ്ടോ? എന്താ കാരണം? അഹിംസയൊന്നും വന്നിട്ടില്ലേ. അഹിംസയൊക്കെ പിന്നെയാ വരുന്നത്. അഹിംസ വരുന്നതിന് മുമ്പാ. അപ്പം ഞാൻ മൃഗങ്ങളെ ഭക്ഷിച്ചാൽ എങ്ങനെയാ, എന്താ സംഭവിക്കുക? അത് കാനിബലിസം ആകും, മനുഷ്യ നരഭോജികളാകും. എൻഡോ ആന്ത്രോപോഫാജി എന്നാണ് അതിനെ വിളിക്കുക. എൻഡോ ആന്ത്രോപോഫാജി. ആന്ത്രോപോഫാജി എന്ന് പറഞ്ഞാൽ നരഭോജികൾ. എൻഡോ ആന്ത്രോപോഫാജി എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ ഇടയിൽ തന്നെ ഉള്ളവരെ തിന്നുക. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ മൃഗങ്ങളെ, മത്സ്യങ്ങളെ ഒന്നും തിന്നില്ല. ചില സമ്പ്രദായങ്ങളിൽ, മതങ്ങളിലേക്ക് വരുമ്പോൾ മൃഗങ്ങളും മത്സ്യങ്ങളും പറവകളും മാത്രമായിട്ടല്ല പുനർജനിക്കുക, ചില ചെടികളായിട്ടും പുനർജനിക്കും. അങ്ങനെ വരുമ്പം ആ ചെടികളെയും ഭക്ഷിക്കില്ല. അതുകൊണ്ടാണ് ജൈനമതത്തിൽ ചില ചെടികൾ, മൂലികകൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നതൊന്നും അവർ ഭക്ഷിക്കും. അതൊക്കെ ഈ പൂർവ്വ പുനർജന്മ സിദ്ധാന്തത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ളതാണ്. അതിന് അഹിംസാവാദവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ബന്ധം വരുത്തുന്നത് പിൽക്കാലത്താണ്. ഇതിപ്പോൾ ഞാൻ എവിടുന്നാണ് മനസ്സിലാക്കിയത്? ഇമാജിനിങ് കർമ്മ എന്നൊരു പുസ്തകമുണ്ട്. ഗണേഷ് ഒബൈസേക്കരെ എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ, അമേരിക്കയിലാണ് അദ്ദേഹം സെറ്റിൽ ചെയ്തിരിക്കുന്ന ശ്രീലങ്കൻ അമേരിക്കൻ സ്കോളറുണ്ട്. ആ ബുക്ക് ഇന്ത്യയിൽ മോത്തിലാൽ ബനാറസിദാസ് റീപബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കർമ്മ ആൻഡ് റീബർത്ത് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. വളരെ വിശദമായ ഗവേഷണം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് ഇതുവരെ ഒരു സ്കോളറും തെറ്റാണ് എന്ന് തെളിയിക്കാൻ രേഖകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പം അതാണ് ഇപ്പം നമ്മൾ കരുതുന്നത്. അദ്ദേഹം പഠിച്ചത്രയും ഇക്കാര്യത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദഗതികളെ ഞാൻ അംഗീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. പറയുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് തിരസ്കരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് മൃഗങ്ങളെ കഴിക്കാൻ പറ്റാത്തത്. പക്ഷേ ഈ മഞ്ഞുമലകളിലും വിദേശ നാടുകളിൽ പലതിലും ചെടികളൊന്നും കിട്ടില്ല ഭക്ഷിക്കാൻ. അവിടെ മൃഗങ്ങളെ കിട്ടും. അപ്പം എങ്ങനെ ഭക്ഷിക്കും? കാനിബലിസ്റ്റ് ആവാതെ, നരഭോജികളാകാതെ എങ്ങനെ ഭക്ഷിക്കും? അപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സങ്കല്പിച്ച് ഉരുത്തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള
ഈശ്വര സ്വരൂപത്തിന് ഈ ജീവനെ ഊർധ്വഗതിക്കായി കൊണ്ട് ബലി കൊടുത്തിട്ട്, ഈ ജീവനെ ബലി കൊടുക്കുമ്പോൾ ഉള്ള സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ശരീരത്തിൽ നിന്ന് വിട്ട് ഒരു ഉയർന്ന ശരീരതലത്തിലേക്ക് പോകണം എന്ന സങ്കല്പത്തിൽ ഇതിനെ ബലി കൊടുത്തതിന് ശേഷം ആ മാംസം ഭുജിക്കും. അപ്പൊ പാപമൊന്നുമില്ലല്ലോ, അതിന് ഗതിയല്ലേ കൊടുത്തത്. അതിന്റെ അവശിഷ്ടങ്ങള് ഇതേപോലെ ഈ ജന്തു വേഗം ഉത്തമമായ ഒരു ജന്മത്തിൽ പ്രാപിക്കട്ടെ എന്ന് വിചാരിച്ച് അതിനും ചില ക്രിയകളൊക്കെ ചെയ്തിട്ടാണ് സംസ്കരിക്കുക. അതിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ ബലി എന്ന സങ്കല്പം ഉണ്ടായത്. അതിന് അഹിംസയുമായിട്ട് യാതൊരു ബന്ധവും ആദ്യ കാലഘട്ടങ്ങളിലില്ല. ബ്ലെസ്സിങ്, അനുഗ്രഹിക്കുക എന്ന വാക്കുണ്ടാവുന്നത് ബ്ലെസ്സിങ് എന്ന വാക്കിൽ നിന്നാണ്. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്രിഫിഷ്യൽ അനിമലിൻ്റെ, ബലി കൊടുക്കപ്പെട്ട മൃഗത്തിൻ്റെ ചോര ശുദ്ധ്യർത്ഥമായി തളിക്കുന്നതിനാണ്. സ്പ്രിംഗ്ലിംഗ് ഓഫ് ബ്ലഡ് ആണ് ബ്ലെസ്സിങ്. സാക്രിഫൈസ് ചെയ്തിട്ടുള്ള അനിമലിൻ്റെ, ബലി കൊടുക്കപ്പെട്ടിട്ടുള്ള മൃഗത്തിൻ്റെ രക്തത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി, ബാക്കി അവിടെ കൂടി നിൽക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി തളിക്കുന്നതാണ് ബ്ലെസ്സിങ്. അതിൽ നിന്നാണ് ബ്ലെസ്സിങ് ഉണ്ടായത്. അതാണ് പിന്നീട് അനുഗ്രഹം എന്നുള്ള വാക്കിന് വേറെയാണ് അർത്ഥം, ബ്ലെസ്സിങ് എന്നുള്ള വാക്കിന് അതാണ് അർത്ഥം. അപ്പോൾ ആ വാക്കുണ്ടായത് സാക്രിഫൈസ്. കാലം മുന്നോട്ട് വീണ്ടും പോയി പലതരത്തിലുള്ള പുനർജന്മ സങ്കല്പങ്ങളുണ്ടായി. പിത്താഗ്രസ് ഒരു വലിയ ഗ്രീക്ക് ഫിലോസഫറായിരുന്നു, മാത്തമാറ്റീഷ്യനും ആയിരുന്നു. ആ പിത്താഗ്രസ് ഇതേപോലെ പൂർവ്വജന്മ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില പിൻഗാമികളുടെയും അഭിപ്രായത്തിൽ 3000 ജന്മമാണ് ഒരു മനുഷ്യൻ മൃഗങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് എടുക്കുക തിരിച്ച് മനുഷ്യനാവാൻ. നമ്മുടെ പത്മപുരാണത്തിൽ ബുദ്ധമതത്തിലും 84 ലക്ഷം വ്യത്യസ്ത യോനികളിൽ ജനിച്ചു കഴിഞ്ഞാലാണ് മനുഷ്യരായിട്ട് തിരിച്ചു വരിക. പത്മപുരാണത്തിലാണ് അത് പറയണത്. അത് ബൗദ്ധരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇതിങ്ങനെയാണ് വരിക. ഇതിങ്ങനെ തുടർന്ന് ഇപ്പോഴും പുണ്യപാപങ്ങൾ, കർമ്മം, നല്ലത്, തിന്മ, എത്തിക്സ്, മൊറാലിറ്റി ഇതുമായിട്ടൊന്നും ഈ സങ്കല്പം കൂടിക്കലർന്നിട്ടില്ല. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പം മൊറാലിറ്റിയുമായിട്ടും എത്തിക്സുമായിട്ടും പ്രവർത്തികൾ കൂടിക്കലരുകയും നല്ലത് ചെയ്യുന്നവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാവുകയും മോശം ചെയ്യുന്നവർ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടുന്ന ഒരു അനിവാര്യത മതപണ്ഡിതന്മാർക്കുണ്ടായി. അപ്പോൾ അവർ കാലക്രമേണ എത്തിച്ചേർന്നതാണ് കർമ്മം എന്ന സിദ്ധാന്തം. ആ കർമ്മ സിദ്ധാന്തം പിന്നീട് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. പിന്നീട് പുനർജന്മ സിദ്ധാന്തവും കർമ്മ സിദ്ധാന്തവും കൂടി കലർന്ന് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അനന്തര ജന്മങ്ങൾ ഉണ്ടാവുക എന്ന സങ്കല്പത്തിലേക്ക്. അങ്ങനെ ജനന മരണങ്ങളാകുന്ന സൈക്കിളിൽപ്പെട്ട, അതാണ് സംസാര ചക്രം. അതിൽപ്പെട്ട് ഉഴറുന്നവർക്ക് മുക്തി ലഭിക്കാൻ മോക്ഷം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങളാകുന്ന സംസാര സാഗരത്തിൽ നിന്നുള്ള മോചനമാണ്, ജന്മജന്മാന്തരങ്ങളിൽ നിന്നുള്ള മോചനമാണ്. ഇതാണ് ശരിക്കും ബലിയുടെ പഴയ ഉറവിടം. ഇത് ഭാരതത്തിൽ ഏറ്റവും മുമ്പ് 2 വിഭാഗക്കാരാണ് ഉണ്ടായിരുന്നത്, ബ്രാഹ്മണരും ശ്രമണരും. ബ്രാഹ്മണർ എന്നുള്ള വാക്കിന് ജാതി അർത്ഥമില്ല, അതൊക്കെ പിൽക്കാലത്ത് കൊണ്ടുവരുന്ന അർത്ഥമാണ്. ബ്രാഹ്മണര്, ബ്രഹ്മം എന്നുള്ളതിന് ക്രതു, യാഗം എന്നാണ് അർത്ഥം. യാഗം ചെയ്യുന്നവര് ബ്രാഹ്മണര്, റിച്വലിസ്റ്റ്, അവരാണ് ബ്രാഹ്മണര്. പരമമായ പദപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ശരീരത്തെ ഉപയോഗിച്ച് വളരെ അധികം പ്രയാസപ്പെടുന്നവർ, ശ്രമിക്കുന്നവർ, പരമമായ പദപ്രാപ്തിക്കായി ശ്രമിക്കുന്നവർ, അവർ ശ്രമണർ. ആ ശ്രമണ മതം വളരെ പ്രാബല്യത്തിൽ വരുന്നത് ജൈനമതത്തിലെ മഹാവീരനോടുകൂടിയും ബുദ്ധ മതം സ്ഥാപിച്ച ബുദ്ധദേവനോട് കൂടിയിട്ടും. അതിനു മുമ്പേ ഉണ്ട് ഈ ശ്രമണര്. ഈ ശ്രമണരാണ് ആദ്യമായിട്ട് ഈ പുനർജന്മ സിദ്ധാന്തത്തെ കർമ്മ സിദ്ധാന്തവുമായിട്ട് ബന്ധിപ്പിച്ച് കൊണ്ടുവരുന്നത്. അതിന് പിന്നീട് ഈ കൊടുക്കൽ വാങ്ങലുകളുടെ ഫലമായിട്ട് ഭാരതീയ സംസ്കൃതിയിലേക്കും, ഇതൊക്കെ ഭാരതീയ സംസ്കൃതി. ഭാരതം എന്ന് പറഞ്ഞാൽ അന്നൊരു ഡിഫൈൻഡ് പ്ലേസ് ഒന്നുമല്ല, ബൗണ്ടറി ഒന്നുമില്ല. ഈ ബൗണ്ടറി ഒക്കെ വരുന്നത് ഈ അടുത്ത കാലത്ത് വിസ എന്നുള്ള സിസ്റ്റം ഇല്ല. വിസ സിസ്റ്റം ഉണ്ടാവുന്നത് 150 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് വിസയൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് നാട്ടിൽ വേണേലും പോകുമായിരുന്നു.
ഒരു നാട്ടിൽ പോകാനും വിസയൊന്നുമില്ല. ഇപ്പോഴും പക്ഷികൾക്കും പറവുകൾക്കും ഒന്നും വിസ വേണ്ട, എവിടെ വേണേലും പോവാം. മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ വിസ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ഇമിഗ്രേഷൻ ക്ലിയറൻസും ഒക്കെ കഴിഞ്ഞിട്ട്. അതുപോലെ മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് ഈ മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് വിസയൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. അതുകൊണ്ട് രാജ്യാതിർത്തികൾ അങ്ങനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം ഭാരതത്തിൽ ഉണ്ടാകുന്നത് കാശ്മീർ, ടിബറ്റ്, നേപ്പാൾ, ഗാന്ധാരദേശം, അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ആ ഭൂപ്രദേശത്താണ് ഈ പറയുന്ന എല്ലാ സിദ്ധാന്തങ്ങളും ഉരുത്തിരിഞ്ഞ് വരുന്നത്. ക്രേഡിൽ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ആ ബെൽറ്റാണ്. അവിടെ നിന്നാണ് അത് പിന്നെ താഴോട്ടും പിന്നെ പല ഭാഗങ്ങളിലേക്കുമൊക്കെ ആയിട്ട് പോകുന്നത്. ഇതാണ് അതിൻ്റെ ചരിത്രം. അപ്പൊ ഇത് പിന്നീട് ഈ ശ്രമണ ബ്രാഹ്മണൻ എന്ന് പറയുമ്പം അതിന് ജാതിയായിട്ട് ബന്ധമില്ല. ജാതിയൊക്കെ വളരെ പിൽക്കാലത്ത്, വേദങ്ങളിൽ ജാതിയില്ല, വേദകാലഘട്ടത്തിൽ ജാതിയെ പറ്റിയിട്ടുള്ള ചിന്തകളില്ല. അതൊക്കെ പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ജാതി എന്നുള്ള വാക്ക് അല്ല ശരിക്കും പണ്ട് ഉപയോഗിക്കുന്നത്. വർണ്ണം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. വൃ എന്നാണ് അതിൻ്റെ ധാതു. സ്വീകരിക്കപ്പെടുന്നത്, വരിക്കപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളുടെ സഹജ സ്വഭാവം അനുസരിച്ച് നമ്മൾ സ്വീകരിക്കുന്നതാണ് നമ്മുടെ വർണ്ണം, ജന്മം കൊണ്ടുണ്ടാവുന്നതല്ല. അത് ജാതി എന്നുള്ളത് ജാതമായതിനെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം. അതിന് കാസ്റ്റ് എന്നൊരർത്ഥമില്ല. അപ്പം ജാതമായതിനെ സംബന്ധിച്ചത് ജാതി, വരിക്കപ്പെടുന്നത്, സ്വയം സ്വീകരിക്കപ്പെടുന്നത് വർണ്ണം. ആ വർണ്ണം 4ആയിട്ട്, പണ്ട് 4ഇല്ല, 3 ഉണ്ടായിരുന്നുള്ളൂ. ഋഗ്വേദത്തില് ആദ്യത്തെ ഋഗ്വേദത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ 4 വർണ്ണമില്ല, 3 വർണ്ണങ്ങളേ ഉള്ളൂ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ബ്രഹ്മം, ക്ഷത്രം, വിഷം. അങ്ങനെയാണ് 3 വർണ്ണങ്ങളെ പറയുന്നത് ഋഗ്വേദത്തില്. ബ്രഹ്മം, ക്ഷത്രം, വിഷം. അവിടെ ബ്രഹ്മം എന്നുള്ള വാക്കിന് ക്രതു, ആ ക്രതുവിന് യാഗം എന്ന് മാത്രമല്ല അർത്ഥം, ചിന്ത എന്നൊരർത്ഥവും കൂടിയുണ്ട്. അപ്പൊ ചിന്തിക്കുന്നവര് ബ്രാഹ്മണര്, ക്ഷത്രിയക്കാരോ ക്രിയ, പ്രവർത്തിക്കുന്നവര് ക്ഷത്രിയക്കാര്. ഇത് രണ്ടും അല്ലാത്ത സാധാരണ ആൾക്കാര് വിഷം. ഇതിനാണ് വൈശ്യപദം ഉണ്ടാവുന്നത്. അപ്പൊ ചിന്തിക്കുന്നവര് ബ്രാഹ്മണര്, പ്രവർത്തിക്കുന്നവര് ക്ഷത്രിയര്, ഇതൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാര് വിഷ വകുപ്പിൽ. അന്ന് വൈശ്യൻ എന്നുള്ള പദവും ഉണ്ടാവുന്നില്ല. ഇത് ചാതുർവർണ്ണ്യമായി തീരുന്നത് ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിലാണ് ആദ്യമായിട്ട് 4 വർണ്ണങ്ങളെ പറ്റി പറയുന്നത്. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി, വക്ഷസിൽ നിന്ന് ക്ഷത്രിയൻ ഉണ്ടായി, അല്ലെങ്കിൽ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, രാജർഷി. ക്ഷത്രിയൻ എന്നുള്ള വാക്കിന് വേറൊരു പേരെ ഉപയോഗിക്കുന്ന അവിടെ. ക്ഷത്രിയൻ ഉണ്ടായി, തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി, കാലുകളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഉച്ചനീചത്വമൊന്നുമില്ല. കാല് മോശം, തല ശ്രേഷ്ഠം, അതൊക്കെ സാധാരണഗതിയിൽ വിവരമില്ലാത്ത ആൾക്കാരല്ലേ പറയുന്നത്. കാല് പോയാൽ അറിയാം തലയുടെ പാട്, തല പോയാൽ അറിയാം കാലിൻ്റെ പാട്. ഇതൊക്കെ കൂടെ ചേരുമ്പോഴേ ശരീരം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പൊ ഇതൊക്കെ ആവശ്യമാണ്. നമ്മുടെ വിചാരം ഈ താഴെ ചവിട്ടുന്നത് കൊണ്ട് ഇത് മോശക്കാരനും, ആകാശത്തിങ്ങനെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് ഇത് നല്ലതുമാണെന്നാണ്. ഇത് ഉയർന്നു നിൽക്കുന്നത് അത് താഴെ ചവിട്ടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഉയർന്നു നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് ആ ഉച്ചനീചത്വങ്ങളൊക്കെ പിന്നെ വന്നതാണ്, അന്ന് അതൊന്നുമില്ല. അപ്പൊ ആദ്യം ഈ 3 ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചിന്തിക്കുന്നവരൊരു കൂട്ടര്, പ്രവർത്തിക്കുന്നവർ വേറൊരു കൂട്ടര്. അത് ശരിയാവുമോ? പ്രവൃത്തി എപ്പോഴും ചിന്താധിഷ്ഠിതമായിരിക്കണം. ഇപ്പൊ ചിന്തയും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പൊ ബ്രാഹ്മണനും ക്ഷത്രിയനും ഒരുമിച്ചുണ്ടാവണം. പിന്നീട് ഈ വൈശ്യനാണ് പിന്നീട് ഇലാബറേറ്റ് ചെയ്യപ്പെട്ട് ഈ വിഷം എന്നുള്ളതാണ് വൈശ്യനും ശൂദ്രനും ആകുന്നത്. അപ്പൊ ആധ്യാത്മികമായി ചിന്തിക്കുന്നവര് ബ്രാഹ്മണര്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവര് ക്ഷത്രിയര്, ഭൗതികമായി ചിന്തിക്കുന്നവര് കൃഷി എവിടെ ഇറക്കണം, എത്ര ഇറക്കണം, കച്ചവടം എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ചിന്തിക്കുന്നവര് വൈശ്യര്, അത് ആ പ്രാവർത്തികമാക്കുന്നത് ശൂദ്രര്. ഭൗതിക സമൃദ്ധി ഭൗതികമായി ചിന്തിക്കുന്നവർ വൈശ്യര്, പ്രവർത്തിക്കുന്നത് ശൂദ്രര്. ആധ്യാത്മികമായി ചിന്തിക്കുന്നവര് ബ്രാഹ്മണര്, പ്രവർത്തിക്കുന്നവര് ക്ഷത്രിയര്. ആധ്യാത്മികതയും ഭൗതികതയും പണ്ട് കാലത്ത് ഭാരതത്തിൽ രണ്ടായിരുന്നില്ല. ഭൗതികതയും ആധ്യാത്മികതയും ഒന്ന് തന്നെയാണ്. അതൊക്കെ പിൽക്കാലത്താണ് ഇത് ഓർഡിനറിയാണ്, വേൾഡ്ലിയാണ്, അതർ വേൾഡ്ലി ആയിട്ടുള്ള എന്തോ ഉണ്ടെന്നൊക്കെ പറയണത്. ഈ ജീവിതം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇത് വേണ്ടതുപോലെ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, 8ാം ക്ലാസ്സിലെ പരീക്ഷ ശരിക്കും പാസ്സായില്ലെങ്കിൽ വീണ്ടും റബ്ബർ പന്ത് പോലെ 8ാം ക്ലാസ്സിൽ വന്നിരിക്കേണ്ടി വരും. അതാണ് പുനർജന്മം. വീണ്ടും വീണ്ടും അവിടെ വന്നിരിക്കേണ്ടി വരും.
അതുകൊണ്ട് ഈ ജന്മത്തിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ കൊടുമുടികളുടെ അവിടെ തണുത്തുറഞ്ഞ് കിടക്കുന്ന ഗുഹയ്ക്കകത്ത് പോയിരുന്നാൽ മോക്ഷം കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ ഉപേക്ഷിച്ച് പോയത് കൊണ്ടൊന്നും മോക്ഷം കിട്ടില്ല. അങ്ങനെ പോയവർ ഒരുപാട് പേര് ഋഷികേശ്, ഹരിദ്വാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ചതുർധാം യാത്രയ്ക്ക് പോകുന്നവരെല്ലാം അവരെ കണ്ടിട്ടുണ്ട്. അവരിൽ മുക്തരായിട്ടുള്ളവരെ കണ്ടിട്ടുള്ളതായിട്ട് ഒരാളും ഇതുവരെ തിരിച്ചു വന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനൊരു കവിയേറ്റം കൂടി എടുക്കും. എന്താ കാര്യം എന്നറിയോ? ഞങ്ങൾക്ക് അറിയില്ല അവർ മുക്തരാണോ അല്ലയോ എന്ന്. ചൂടുള്ള വെള്ളം തൊടുമ്പോൾ ചൂടാണോ തണുപ്പാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈക്ക് എന്തോ സെൻസേഷണൽ പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം. കണ്ടാൽ അറിയൂ. ഇത് മുക്തപുരുഷന്മാരെ അവരുടെ പെരുമാറ്റം കൊണ്ടും കണ്ടാലും ഒക്കെ നമുക്ക് ഏകദേശം തിരിച്ചറിയാൻ പറ്റും. മുഴുവൻ അറിയാൻ പറ്റില്ല. പക്ഷെ ഇവർ സാധാരണക്കാരല്ല, നമ്മളെപ്പോലെയല്ല, കുറച്ച് വ്യത്യസ്തരാണ് എന്നും മനസ്സിലാവും. കണ്ണിന് ഒരു തിളക്കമുണ്ട്, പല 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 കാര്യങ്ങൾ. ശരിക്കും മുക്തരാണോ ഇല്ലയോ എന്ന് അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വിട്ട് ഉപേക്ഷിച്ച് പോയത് കൊണ്ടൊന്നും മോക്ഷം കിട്ടില്ല. അത് പാക്കനാരാണോ ചാത്തനാരാണോ എന്നറിയില്ല, അദ്ദേഹത്തിന്റെ ചൊരക്ക പോലെയുള്ളൂ. അത് കാശി മുങ്ങിയാലും കൊള്ളാം, ഗംഗയെ മുങ്ങിയാലും കൊള്ളാം, നമ്മുടെ ഓടയിലെ വെള്ളത്തിൽ മുക്കിയാലും കൊള്ളാം, അത് സെയിം സ്വാദായിരിക്കും. എവിടെ മുക്കുന്നു എന്നുള്ളതൊന്നും ഒരു പ്രത്യേകതയുള്ളതല്ല. അതുകൊണ്ട് ഈ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് വേറെ എവിടെയോ പോയാൽ എന്തോ ഒന്ന് കിട്ടുമെന്ന് വെച്ച് പോയാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ പോകുന്നതിന് എനിക്കെതിരൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കിട്ടുകയല്ല. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ എങ്ങാനും പോയി കിട്ടിയാൽ എന്നോടും കൂടി ഒന്ന് പറയണം. കാരണം ഞാനും ഇത് കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. എന്നാൽ പിന്നെ ഇത് വിട്ട് അങ്ങോട്ട് പോയാൽ കിട്ടുമല്ലോ. അങ്ങനെ ഒന്നും കിട്ടുകയല്ല. പോയവർക്ക് ആർക്കും കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് വെറുതെ വേഷം കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജീവിതത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ ജീവിതത്തിൽ ഭൗതിക സമൃദ്ധിയും അനിവാര്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഇന്ന് ആഹാരത്തെക്കാൾ അനിവാര്യമാണ് ധനം. ധനമുണ്ടെങ്കിൽ ആഹാരവും ബാക്കിയെല്ലാം ഉണ്ടാവും. പണം വേണം. അപ്പം ഭൗതികമായിട്ട് ചിന്തിക്കണം, പ്രവർത്തിക്കണം. ഭൗതികത കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ശൂന്യത അനുഭവപ്പെടും. കുറച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ എന്തോ ഒന്നില്ല എന്ന തോന്നൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ എങ്കിൽ ശരിക്കും തൃപ്തിയോടുകൂടി ജീവിച്ചിട്ടില്ല. ശരിക്കും തൃപ്തിയോടുകൂടി വേണ്ടതുപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ മതി എന്ന തോന്നൽ ഉണ്ടാകും, ഒരു ശൂന്യതയും ഉണ്ടാകും. അതിനെയാണ് പണ്ട് നമ്മുടെ മഹർഷിമാര് ദാർശനിക വ്യഥ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഒരു ഉൾവേദന. എന്താ കാരണം? അതറിയില്ല. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. സാമ്പത്തിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ശാരീരിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഫാമിലി റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടോ? ഇല്ല. മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നില്ലേ? ഉണ്ട്. പിന്നെന്താ പ്രശ്നം? എന്തോ ഒരു പോരായ്മ. പിപീലികാദംശവത്. അകത്തുറുമ്പ് കടിച്ചാൽ എന്ത് സംഭവിക്കും? ചൊറിയാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ. അവിടുന്നാണ് ആധ്യാത്മികതയിലേക്ക് മാറും. ആ ആധ്യാത്മികതയിലേക്കുള്ള മാറ്റമാണ്. അപ്പൊ എന്ത് വേണം? ആധ്യാത്മികമായിട്ട് ചിന്തിക്കണം, പ്രവർത്തിക്കണം, ബ്രാഹ്മണ ക്ഷത്രിയരാകണം. ഇത് നാലും ഒരുമിച്ച് കൊണ്ടുപോകണം. ഇത് നമ്മൾ നാലും ഒരുമിച്ച് കൊണ്ടുപോകാറുണ്ട്. പൂജാമുറി അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ചു വെക്കുമ്പോൾ നമ്മൾ ശൂദ്രരാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് വേണോ, എണ്ണ വേണോ, മറ്റേ വിളക്കെണ്ണ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഏറ്റവും ലോ കോസ്റ്റ് സാധനം. അതാ നമ്മൾ മിക്കവാറും ഭഗവാന് കൊടുക്കുക. നമ്മുടെ അടുക്കളയിൽ 6 kg നെയ്യും ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് വിളക്കെണ്ണ തൊട്ടാ ക്വിക്ക് ഫിക്സ് വേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കൈ വിടണമെങ്കിൽ കുറച്ച് പണിയാണ്. ഭഗവാൻ ഏറ്റവും ലോ ക്വാളിറ്റി, ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ ഇത് കൊടുക്കാം? വീട്ടിലെ കൊച്ചുങ്ങളും ഞാനും എൻ്റെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് 6 kg നെയ്യ്. അങ്ങനെയല്ല, ഏറ്റവും നല്ലത് തന്നെ അവർക്കും കൊടുക്കണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് വാങ്ങണോ, എണ്ണ വാങ്ങണോ, നെയ്യ് വാങ്ങണോ, വെളിച്ചെണ്ണ വാങ്ങണോ? പിന്നെ കൺഫ്യൂഷൻ. ഇത് വാങ്ങണോ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചില വിദ്വാന്മാർ വന്ന് പറയും വീട്ടിലെ വിളക്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ശത്രുദോഷം വരും. ഒരു മാങ്ങാത്തൊലിയും വരില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കത്തിത്തീരും. എണ്ണ ഉപയോഗിച്ചാൽ കുറച്ച് നേരം കത്തും, അതിലും കുറേ നേരം കത്തും. നെയ്യ് ഉപയോഗിച്ചാൽ അതിൽ കൂടുതൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ തർക്കങ്ങളായി, വിതർക്കങ്ങളായി. എണ്ണ വേണോ, നെയ്യ് വേണോ, മറ്റേ വെളിച്ചെണ്ണ വേണോ? പിന്നെ അതിനെപ്പറ്റി പ്രഭാഷണങ്ങളായി, 100 റീൽസുകളായി. ചിലർ വന്ന് പറയും അങ്ങനെയാ ഇങ്ങനെയാ. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത സംശയം എന്താ വെച്ചാൽ എത്ര തിരിയിടണം? 1, 2, 3, 5 പല നമ്പറുകളാ.
ഇത് ഇത്രയൊന്നും ചിന്തിക്കാനില്ല. വിളക്ക് കത്തിക്കുന്നതിനാ, വെളിച്ചം കിട്ടാൻ. അപ്പൊ ഒരു തിരി ഇടണം. ആ തിരി ഇട്ടാൽ വിളക്കിന്റെ നിഴൽ ഇപ്പുറത്ത് വീഴും. അതുകൊണ്ട് ഇപ്പുറത്തും കൂടി ഒരു തിരി ഇടണം. നിങ്ങൾ ഇനി എത്ര തിരി ഇട്ടാലും ഈ വിളക്കിന്റെ ഒരു ഷെയ്ഡ് അതിന്റെ താഴെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ വെറുതെ അതിന് പണിപ്പെടണം. നിറതിരി ഇട്ടാലും ഇതിന്റെ അടിയിൽ ഒരു ഷെയ്ഡ് ഉണ്ടാവും. അത് വിട്ടേ. അപ്പൊ ഈ 2 തിരി ഇടണം. ഇനി ഞങ്ങൾക്ക് 2 തിരി ഇടാൻ പറ്റില്ല, വേണ്ട, ഒരു തിരി ഇട്ടാൽ മതി. ഇതൊന്നും ഒരു കൺഫ്യൂഷന്റെ വഴിയേ അല്ല. അവിടെ ഇരിക്കുന്ന ആരും അവിടെ ഇരുട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര തിരി കത്തിച്ചു, നിങ്ങൾ കത്തിച്ചത് നെയ്യാണോ വെളിച്ചെണ്ണയാണോ എന്നൊന്നും നോക്കുകയല്ല. അവിടെ ശുദ്ധ പ്രകാശം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ വിളക്ക് കത്തിക്കണം. ഇങ്ങനെ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആരോ പറഞ്ഞു നെയ്യ് കത്തിക്കണം അത്രേ. കടം വാങ്ങിയിട്ട് ഇപ്പൊ പലരും വീട്ടിൽ നെയ്യ് കത്തിക്കുന്നത്. കടം കൂടുന്നതല്ലാതെ ഭഗവാന്റെ കൃപ ഒരു ലേശം പോലും വരുന്നില്ല. അവനവന്റെ പാങ് അനുസരിച്ചുള്ളത് വാങ്ങിയാൽ മതി. ഇനി എണ്ണ വാങ്ങിക്കാൻ പറ്റുകയില്ല, വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പറ്റുകയില്ല, നെയ്യ് വാങ്ങിക്കാൻ പറ്റുകയില്ല, വിളക്കെണ്ണ വാങ്ങിച്ചാൽ മതി. ആ സാധനല്ലേ ഏറ്റവും ലോ ബെസ്റ്റ്. കഴിവിനനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റൂ. എനിക്കുള്ളതല്ലേ തരാൻ പറ്റൂ. എനിക്കില്ലാത്തത് ഞാൻ തരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കപടതയാണ്, കാപട്യമാണ്. എനിക്കുള്ളതേ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കുള്ള നമ്മുടെ പാങ്ങ്, നിങ്ങളുടെ പാങ്ങ് എനിക്കറിയില്ല, എൻ്റെ പാങ്ങ് നിങ്ങൾക്കും അറിയില്ല. അവരവർക്കറിയാം. അവരവരുടെ ഇതനുസരിച്ചിട്ട് അത് വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ ആരോ പറഞ്ഞതനുസരിച്ച് നെയ്യ് വാങ്ങിച്ചു, തിരി വാങ്ങിച്ചു. തിരിയെ പറ്റിയിട്ടൊക്കെ വലിയ ഡിസ്കഷൻസ് ആണ്. തിരി വീട്ടിലുണ്ടാക്കണോ, ഈ പരുത്തിത്തിരി നല്ലതാണോ, എന്തോരം ഡിസ്കഷനാണെന്നറിയോ. അവസാനം ദൈവത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരു സമയവും ഇല്ല, ടൈം കഴിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് 5 തിരിയൊക്കെ കത്തിച്ച് ഭഗവാനെ തൊഴാൻ വേണ്ടി കണ്ണ് തുറന്നപ്പം ഈശാന കോണിലുള്ള തിരി കെട്ടു. ഭയങ്കര ആവലാതിയായി. പിന്നെ പരിഹാരം തേടലായി, പ്രശ്നം വെക്കലായി, ആകെ ബഹളായി. കാറ്റ് കെടുത്തിയത് ആ തിരി. കാറ്റ് കെടുത്തിയ തിരി നമ്മുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പ്രശ്നം വെക്കാൻ ജ്യോത്സ്യം വിളക്ക് കൊളുത്തുന്ന സമയത്ത് തിരി കെടുമ്പം ജ്യോത്സ്യന് അതൊരു ലക്ഷണമാണ്. അത് ജ്യോതിഷത്തിന്റെ ഭാഗമാണ്. അത് അവർക്ക് കൃത്യമായ ഫലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരുടെ ശാസ്ത്രം നിശ്ചയിച്ചിട്ടുള്ള ലക്ഷണങ്ങളാണ് അത് പലതും. അത് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ ബാധകമൊന്നുമല്ല. അത് അവരുടെ ശാസ്ത്രം കൃത്യമായിട്ട് പ്രയോഗിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറെ സാധനങ്ങളാണ്. നമ്മുടെ വീട്ടില് തിരി കെട്ടാൽ എന്ത് ചെയ്യും? 2ാമത് കത്തിക്കണം. അതും കെട്ടാൽ എന്ത് ചെയ്യും? അപ്പൊ എവിടുന്നോ കാറ്റ് കയറുന്നുണ്ട്, ആ ജനലങ്ങ് അടയ്ക്കണം, അല്ലെ ഫാൻ ഓഫ് ചെയ്യണം, തീർന്നു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനിയും പ്രായശ്ചിത്തം ചെയ്യാൻ നാട്ടിലുള്ള അമ്പലങ്ങളിലെല്ലാം പോയി ഉള്ള സ്വതേ സമാധാനമില്ല. അതുകൊണ്ടാണല്ലോ ഈ നെയ്യ് വാങ്ങണോ, എണ്ണ വാങ്ങണോ, വെളിച്ചെണ്ണ വാങ്ങണോ, 1 തിരി വേണോ, 2 തിരി വേണോ, 4 തിരി വേണോ എന്നൊക്കെ ചർച്ച ഉണ്ടാവുന്നു. സമാധാനമുള്ളവർക്ക് ഇത്ര ചർച്ചയൊന്നുമില്ല, ഒരു തിരിയും വിടും. അപ്പൊ ഈ സമാധാനം തിരിയിലൂടെ ഉണ്ടാവുന്നെന്നുള്ള മട്ടിലാണ്. പണ്ട് ഒരു കൂട്ടര് നമ്പൂതിരി ഫലിതങ്ങളിലുള്ളതാ. ഒരു കൂട്ടര് ഈ കുരുത്തോല ഇങ്ങനെ ഇടുക. അപ്പൊ ഒരു നമ്പൂരി അതിലേ പോയി, ഇതെന്താവോ ഇങ്ങനെ ഇടുന്നത്? അതെ, ഗാന്ധി വരുന്നുണ്ടെന്ന്. ഓ, ഇതിലൂടെയാ ഗാന്ധി വരിക എന്ന് ചോദിച്ച പോലെയാണ്. അപ്പം ഈ തിരിയിലൂടെയും വിളക്കിലൂടെയും ഒന്നുമല്ല ഗാന്ധി വരുന്നത്, അല്ല സോറി, ദേവിയോ ദേവനോ വരുന്നത്. അത് നമ്മുടെ സൗകര്യാർത്ഥം ഇടുന്നതാണ്. പിന്നെ അത് കെട്ടുപോയി കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ചിന്ത, ഇതൊന്നും സത്യത്തിൽ ആവശ്യമുള്ളതല്ല. അപ്പൊ ആ തിരി, എണ്ണ, ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ വൈശ്യരാണ്. ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുള്ള പ്രാർത്ഥനാലയത്തില് കുഴപ്പമൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ അതിനെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ ക്ഷത്രിയരാണ്. അതിനകത്ത് കയറി തടുക്കിലിരുന്ന് നാമം ജപിക്കുമ്പം നമ്മൾ ഓരോരുത്തരും ബ്രാഹ്മണരാണ്. അപ്പം നമ്മൾ ഒരേ ദിവസം തന്നെ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്. ഇത് നമ്മളിൽ ഉള്ളതാണ് ഈ 4. അല്ലാതെ നമ്മളിൽ ചിലത് കൂടും. ഇത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് നമ്മളതിനെ പരിപോഷിപ്പിക്കും. ഇത് വർണ്ണങ്ങളുടെ ഒരു രീതി. ഇനി മറ്റൊരു രീതിയിലും ഈ വർണ്ണങ്ങളെ കാണാം ആധ്യാത്മികമായിട്ട്. ശൂദ്രൻ, ശുച് എന്ന ധാതുവിൽ നിന്നുണ്ടാവുന്നതാണ് ശൂദ്രൻ. ശുച് എന്നുള്ള ധാതുവിന് ദുഃഖം, ദുഃഖിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ഭൗതികമായ ലോകത്തിൽ ദുഃഖിച്ചുഴറുന്നവർ ശൂദ്രർ. അതുകൊണ്ടാണ് രൈക്കോ മഹർഷി, അതേത് ഉപനിഷത്തിൽ? അച്ഛാന്തോക്യ ഉപനിഷത്തിൽ. രൈക്കോ മഹർഷി ജ്ഞാനശ്രുതി എന്ന ക്ഷത്രിയ മഹാരാജാവിനെ കാണുമ്പോൾ ഹേ ശൂദ്ര എന്നാ വിളിക്കുന്നത്. അത് കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും? ഇല്ല? അപ്പൊ അത് പറയാം. എങ്ങനെ എന്റെ ഗീത തീർന്നു എടുക്കാത്ത എന്നെ പഴിപ്പെടരുതേ. അപ്പൊ നമ്മൾ ഇങ്ങനെ പോയാലേ ഒരു രസമുള്ളൂ. ഇങ്ങനെ പോയി 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 വന്ന് വരുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും.
ഈ ജ്ഞാനശ്രുതി എന്ന് പറയുന്നത് ഒരു രാജാവായിരുന്നു. ഈ രാജാവിന് പക്ഷികളുടെ ഭാഷ അറിയാം. അപ്പൊ ഈ രാജാവ് ഒരു ദിവസം മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യൻ? ഈ രാജാവാണോ? ഈ ജ്ഞാനശ്രുതി ഒന്നുമല്ല, അത് ആ രൈക്കോ മഹർഷിയാണ് ഏറ്റവും ശ്രേഷ്ഠനായ ആൾ. ഇപ്പം ഒരു രാജാവിനൊരു ആഗ്രഹം, ഇതാരാണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ അദ്ദേഹം ഭടന്മാരെ അന്വേഷിക്കാൻ അയച്ചു, കണ്ടുപിടിച്ചു. ചന്തയിൽ ഒരു ഉന്തുവണ്ടിയുടെ താഴെ ചൊറിയും കുത്തിയിരിക്കുന്ന ആളാണ് ഈ രൈക്വൻ. അപ്പൊ അയാളോട് ചെന്ന് പറഞ്ഞു, മഹാരാജാവ് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വരണം. എനിക്കെന്ത് മഹാരാജാവ്, എന്നെ കാണണം എന്നുള്ളവർ ഇങ്ങോട്ട് വരണം. അപ്പൊ ജ്ഞാനശ്രുതിക്കാണല്ലോ കാണണം എന്നുള്ള ആഗ്രഹം. അപ്പൊ മട്ടുപ്പാവിൽ നിന്ന് ഇറങ്ങി നടന്ന് ഈ മാർക്കറ്റിൽ വന്ന്, ചന്തയെ വന്ന്, ഈ ഉന്തുവണ്ടിയുടെ താഴെ ചൊറിയും കുത്തിയിരിക്കുന്ന ആളെ കാണാൻ വന്നു. അപ്പം ആ ചൊറിയും കുത്തിയിരിക്കുന്ന ആള് ഈ രാജാവ് വരുന്നത് കണ്ടപ്പം, ക്ഷത്രിയന്മാരാണ് രാജാക്കന്മാര്, ആ രാജാവ് വരുന്നത് കണ്ടപ്പം വിളിച്ചത് ഹേ ശൂദ്ര. ക്ഷത്രിയ എന്നല്ല വിളിച്ചത്, ശൂദ്ര എന്നാണ് വിളിച്ചത്. ദുഃഖിക്കുന്നവൻ എന്നാണ്. ഈ ദുഃഖിക്കുന്നത് എപ്പോഴാ? 2 എന്ന ഭാവം ഉള്ളപ്പോഴേ ദുഃഖം ഉണ്ടാവുള്ളൂ. 2 എന്ന ഭാവം ഇല്ലെങ്കിൽ ദുഃഖമുണ്ടാവില്ല. 2 എന്നുള്ള ഭാവമാണ് ദുഃഖം. ഭൗതിക ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ. ദുഃഖം എന്ന് പറഞ്ഞാൽ കരച്ചിൽ വരുത്തുന്നത് മാത്രമല്ല, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, സന്ദേഹം ഉണ്ടാക്കുന്നത്, അസംതൃപ്തി ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ദുഃഖമാണ്. ആ ദുഃഖിക്കുന്നവൻ ശൂദ്രൻ. അങ്ങനെ കുറച്ചു കാലം ദുഃഖിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിനൊരു അറുതിയുണ്ടോ എന്ന് തോന്നും. നമ്മൾ അന്വേഷിക്കും, ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? എന്ത് ചെയ്താലും ഈ ദുഃഖം തന്നെയാണ്. സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്ന് കരുതി ചെയ്താലും അത് ദുഃഖത്തിലേക്ക് ചെല്ലുന്നു. അപ്പൊ ഈ ദുഃഖത്തിന് എന്തെങ്കിലും ഒരു അവസാനിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആധ്യാത്മിക മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. പ്രവേശനേ വൈശ്യൻ. ആധ്യാത്മിക മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ വൈശ്യരായി. അപ്പൊ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. അതിൽ നമ്മൾ പലതരത്തിലുള്ള ആധ്യാത്മിക സാധനങ്ങളെ കുറിച്ച് അന്വേഷിച്ച് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 2 എന്ന ഭാവത്തെ ഇല്ലാണ്ടാക്കും. ക്ഷതത്തെ ത്രാണം ചെയ്യുന്നവൻ. ക്ഷതം 2, 1 ആകുമ്പോഴാണ് ഇതിന് ക്ഷതം വരുന്നത്. അപ്പൊ ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ ആരോ, അവൻ ക്ഷത്രിയൻ. അപ്പൊ 2നെ 2ൽ നിന്ന് രക്ഷിക്കുന്നവൻ, ഒന്നാക്കുന്നയാള് ക്ഷത്രിയൻ. അപ്പൊ ക്ഷത്രിയന്റെ സാധന കൊണ്ട് ഭേദം അഭേദതലത്തിലേക്ക് പതുക്കെ പോകും. അവിടെ നിന്ന് ഈ പരമമായത് എപ്പോഴും വികസിച്ച്, ബൃഹ് എന്നുള്ള ധാതു വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന തലത്തിലേക്ക് ചേർക്കേറുമ്പോൾ ബ്രാഹ്മണൻ. ആധ്യാത്മിക യാത്രയാണ്. ശൂദ്രനിൽ തുടങ്ങി വൈശ്യനായി ക്ഷത്രിയത്വത്തിലേക്ക് ഉയർന്ന് ബ്രാഹ്മണൻ. ഇതൊക്കെ നമ്മൾ ഒരു ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. ഇതിന് പകരം ജാതി തിരിച്ചിരുന്ന് അടിയാണ്. അവരടിച്ചോട്ടെ, അങ്ങനെ അടിക്കേണ്ടവരൊക്കെ അടിച്ചോട്ടെ, അഭിമാനിക്കേണ്ടവരൊക്കെ അഭിമാനിച്ചോട്ടെ. നമുക്ക് വേറൊരു വഴിയിലൂടെ പതുക്കെ നടക്കാം. കാരണം നമുക്ക് എത്താൻ ഇടം വേറെയുണ്ട്. മറ്റേ റോബർട്ട് ഫ്രോസ്റ്റ് അദ്ദേഹത്തിന്റെ ദ റോഡ് ലെസ് ട്രാവലിന്റെ അവസാനം പാടിയതുപോലെ, ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഈ വനാന്തരം അതിമനോഹരവും നിഗൂഢവുമാണ്. പക്ഷേ എനിക്കത് കണ്ട് ആസ്വദിച്ച് മുഗ്ധനായി നിൽക്കുവാൻ പറ്റില്ല. ഉറങ്ങുന്നതിന് മുമ്പ് ദൂരമേറെ താണ്ടേണ്ടതായിട്ടുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് ദൂരമേറെ താണ്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവരങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, അവർ ചെയ്തോട്ടെ, നമ്മൾ പതുക്കെ അങ്ങ് മാറി നടക്കുക. ഇതാണ് 2 ക്ലാസിഫിക്കേഷൻ. അപ്പം ബ്രഹ്മം, ബ്രാഹ്മണരും ശ്രമണരും ഇവരുമായിട്ടുള്ള സംയോജനത്തിലാണ് ഈ ചാതുർവർണ്ണ്യമൊക്കെ ഉണ്ടാവുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലില്ല. വേദത്തിൽ 10ാം മണ്ഡലത്തിന് മുമ്പ് 4 വർണ്ണങ്ങളില്ല, 3 വർണ്ണങ്ങളേ ഉള്ളൂ. ബ്രഹ്മം, ക്ഷത്രം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്ന് പോലും പറയുന്നില്ല. ബ്രഹ്മം, ക്ഷത്രം, വിഷം. അങ്ങനെ ഇത് വരുമ്പോഴും വേദങ്ങളിൽ ബലിയുണ്ട്. ആ ബലി പക്ഷേ ഈ പറഞ്ഞ ബലിയുമായിട്ട് ബന്ധമില്ല. കാനിബലിസം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതായത് നരഭോജ സമ്പ്രദായം. അതുകൊണ്ടാണ് അവർ ബലി കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ പിതൃക്കളിൽ ആരോ ആണ് ഈ ജന്തു, ഇതിനെ ഭക്ഷിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അവിടെ പച്ചക്കറിയൊന്നുമില്ല, അപ്പോൾ അതിനെ ബലി കൊടുത്തു, അതിൻ്റെ മാംസം പ്രസാദമായിട്ട് സ്വീകരിച്ചു. അതല്ല, ഈ ബലി ദേവതാപ്രീതിക്കായി കൊണ്ട് ചെയ്യുന്നതാണ്. ഈ ജന്തുവിൻ്റെ പ്രാണനെ ആ ദേവതയ്ക്ക് സമർപ്പിക്കുന്നതാണ് ബലി. അങ്ങനെ സമർപ്പിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് സമർപ്പിക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത്, കണ്ടു നിൽക്കുന്നവരല്ല.
ചെയ്യുന്നയാൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ചെയ്യുന്നയാളാ, കണ്ടു നിൽക്കുന്ന ഞാനും നിങ്ങളും അല്ല. അയാൾക്കത് ശരിയാണെന്ന് തോന്നിയാൽ അത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നിയമപരമാണെങ്കിൽ അയാൾക്ക് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. അത് ഹിംസയല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഹിംസയല്ലേ എന്നുള്ളത് ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പച്ചക്കറി കഴിക്കുന്നതും ഹിംസയല്ലേ? ജീവനില്ലാത്ത ഒരു സാധനം, അങ്ങനെ ജീവനില്ലാത്ത സാധനത്തെ തിന്നുന്നതാണ് അഹിംസയെങ്കിൽ മണ്ണും കല്ലും ഒക്കെ വാരി തിന്നേണ്ടി വരും. ഈ പച്ചക്കറിക്കൊക്കെ ജീവനുണ്ട്. ഇതൊന്നും ചത്ത സാധനമൊന്നുമല്ല, നല്ല ചൈതന്യം തുടിക്കുന്ന സാധനമാണ് ഈ പച്ചക്കറികളൊക്കെ. അത് നമുക്ക് തിന്നാൻ വേണ്ടി പറിക്കുമ്പോൾ ചെടിക്ക് വേദന എടുക്കുമെന്ന് ജെസി ബോസ് ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് തെളിയിച്ചിട്ടുമുണ്ട്. ഇതിനൊക്കെ സീക്രട്ട് ലൈഫ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഇവർക്കൊക്കെ വേദനയുണ്ട്, വിഷമമുണ്ട്. അതുകൊണ്ടാണ് തെങ്ങിനോട് സംസാരിച്ചാൽ അത് തേങ്ങ കൂടുതൽ തരും. തെങ്ങും തോപ്പില് പാട്ടൊക്കെ വെച്ച് കൊടുക്കും, തേങ്ങ കൂടുതൽ കിട്ടും എന്നാ വെച്ച് കൊടുക്കുന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല, കാരണം കൃഷി എൻ്റെ പണിയല്ല എന്നുള്ളത്. ഇതിൽ കർഷകരുണ്ടെ ചെയ്തു നോക്കിയാൽ അറിയാം. അപ്പം അതുകൊണ്ട് ഇതിലൊക്കെ സെൻഷ്യൻസ് ഉള്ളതാണ്. ബുദ്ധമതപ്രകാരം പ്ലാന്റ്സിന് സെൻഷ്യൻസ് ഇല്ല. അതുകൊണ്ടാണ് അവര് പ്ലാന്റ്സിനെ, ഈ ചെടികളെ ആഹരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടി പോകില്ലേ? എല്ലാം സെൻഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും കല്ലുമായി ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അവരെന്ത് ചെയ്തു? പ്ലാന്റുകളെ അങ്ങ് ഒഴിവാക്കി. അതാണ് എൻ്റെ വാദം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ചരിത്രവും പറയണത്. എൻ്റെ വാദം മാത്രമല്ല, ചരിത്രം അങ്ങനെ തന്നെയാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ബലി കൊടുക്കുന്നത് ശരിയോ തെറ്റോ അത് കൊടുക്കുന്നവർ തീരുമാനിക്കും. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇപ്പൊ ബലി കൊടുക്കാൻ പറ്റില്ല, ഇല്ലീഗലാണ്. അതുകൊണ്ട് ഇപ്പൊ കൊടുക്കുന്ന ബലി തെറ്റോ ശരിയോ എന്ന് പറയാൻ എനിക്ക് ആളല്ല, ഞാൻ ആളല്ല. കാരണം അങ്ങനെ ശരിയോ തെറ്റോ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ കോടതി കിടക്കുന്ന ഒരു ചോദ്യമാണ്. സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് പേര്, ബലി കൊടുക്കുന്നത് റീഇൻസ്റ്റേറ്റ് ചെയ്യണം, കോടതി തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അത് സബ് ജുഡീസ് ആവും നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഇന്നത്തെ അഭിപ്രായമല്ല ഞാൻ ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഇവിടെ നിലവിലുണ്ടായിരുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പം ഈ കേരളത്തിൽ ഈ ബലി കൊടുക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. അതിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലെ കേസ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പൊ കൊടുക്കുന്ന ബലി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. പക്ഷെ ഭാരതത്തിൽ ഇതെല്ലാം ഉണ്ട്. ഭാരതത്തിൽ ബലി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിലർ പറയും പശ്വാലംബന മീമാംസ എന്നൊരു മീമാംസയുണ്ട്, എങ്ങനെ ബലി കൊടുക്കണം എന്നൊക്കെ പറയുന്ന മീമാംസാ ഗ്രന്ഥമാണ്. യാഗത്തിൽ എങ്ങനെ വേണം ബലി കൊടുക്കാൻ. അപ്പം ആലംബനം എന്നുള്ള വാക്കിന് ലഭ് എന്നാണ് ധാതു, ലംഭ് എന്നല്ല മാത്രമല്ല ധാതു. ലംഭ് എന്ന് പറഞ്ഞാൽ വധിക്കുക എന്നർത്ഥം. ലഭ് എന്നാണ് ധാതു. ആ ധാതുവിന്റെ അർത്ഥം തലോടുക എന്നാണ്. പിന്നെ പശുവിനെ കെട്ടിയിട്ടിട്ട് തലോടുകയല്ലേ. ലഭ് എന്നുള്ള ധാതുവിന് വധിക്കുക എന്നൊരർത്ഥവും കൂടിയുണ്ട്. ലഭ് എന്നുള്ള ധാതുവിന് തടവുക എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. അതൊരു പറയാത്തതാ. അതിന് കൊല്ലുക എന്നുള്ള അർത്ഥമുണ്ട്. അത് ബലി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ വെട്ടിയാണ് കൊടുത്തിരുന്നത്, പിന്നെ നവദ്വാരങ്ങളും അടച്ചിട്ടാണ് കൊടുത്തിരുന്നത്. അതൊക്കെ ക്രൂരമല്ലേ എന്നുള്ള ചോദ്യമൊന്നും പ്രസക്തമായിട്ടുള്ളതല്ല. കാരണം അവിടെ ആ ജീവൻ ഊർധ്വഗതിയാണ് കിട്ടുന്നത്. ഈ ബലി കൊടുക്കപ്പെടുന്ന മൃഗത്തിന് ഊർധ്വഗതി കിട്ടുന്നു, അത് ഒരു ഉത്തമമായ ജന്മത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ചില യുക്തിവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബലി കൊടുക്കപ്പെടുന്ന മൃഗത്തിന് മോക്ഷമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ അച്ഛനെയും അപ്പൂപ്പനെയും ഒക്കെ കൊടുത്താൽ പോരെ? അവർക്ക് മോക്ഷം കിട്ടില്ലേ? മതിയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉള്ളത് കൊണ്ട് അവരുടെ ശരി തെറ്റുകൾ തീരുമാനിക്കാൻ പറ്റും. അവർക്ക് എൻ്റെ സഹായം വേണ്ട. ഈ മൃഗങ്ങൾക്ക് പാവം ഫ്രണ്ടൽ കോർട്ടെക്സ് ഭഗവതി കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് എൻ്റെ സഹായം കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടായിരിക്കാം. ഇല്ലാന്ന് നിങ്ങളോട് ഏതെങ്കിലും കോഴിയോ ആടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല. ഉണ്ടാകാം. അപ്പോൾ അവർ ബലി കൊടുക്കുന്നു. ഞാൻ ബലി കൊടുക്കാറില്ല. മാംസഭക്ഷണം എനിക്ക് ഇഷ്ടവുമല്ല. പക്ഷെ അത് കഴിക്കുന്നത് വേറൊരാളത് കഴിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. മോക്ഷം റിസർവ്ഡ് ഫോർ വെജിറ്റേറിയൻസിനാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുന്നതാണ്. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണൻ, അർജുനൻ ഇവരൊക്കെ നോൺ വെജിറ്റേറിയൻസ് ആണ്. പലലം രാമായണത്തിലെ വലിയ ചോദ്യമാണ്. ദേവി സീത മടങ്ങി വരുന്ന സമയത്ത് 1000 കുടം മദ്യവും നല്ല മാനിറച്ചിയും കൊടുക്കാമെന്നാണ് രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടേക്ക് എത്തുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വായിച്ചാൽ ഇതൊക്കെ അതിനകത്ത് കാണും. ഒരു ആഹാരം ഒരാളുടെ ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ളത് അവർ കഴിച്ചോട്ടെ.
നമുക്ക് ഈ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത് ഒരു സ്വഭാവമായതുകൊണ്ട് എൻ്റെ രീതികൾ അനുസരിച്ചിട്ടല്ല നിങ്ങളുടെ രീതികൾ ഉണ്ടെങ്കിൽ രീതികൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങളുടെ മേളിൽ കയറി ചാടും. അതാണ് ഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ ആടിനെ വെട്ടല്ലാതിരിക്കലും കോഴിയെ വെട്ടാതിരിക്കലും മാത്രമൊന്നുമല്ല. അഹിംസ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്റെ മുകളിൽ സ്വന്തം അഭിപ്രായം സന്നിവേശിപ്പിക്കാതിരിക്കുക എന്നും കൂടിയുള്ളതാണ്. അതുകൊണ്ട് ഗാന്ധിജിയുടെ അഹിംസാവാദത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഇതിൽ ഗാന്ധിവാദികളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, പറയാതിരിക്കാൻ പക്ഷേ എനിക്ക് പറ്റില്ല. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഗാന്ധിവാദികൾക്ക് വിഷമം വരും. നിങ്ങളുടെ വിഷമത്തോട് ഞാൻ ആദ്യമേ അപ്പോളജൈസ് ചെയ്യുന്നു. പക്ഷെ ഗാന്ധിജിയുടെ അഹിംസാവാദം അഹിംസയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒന്നിനെ കൊന്നിട്ടൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ ക്ഷുദ്ര ജന്തുക്കളെ അല്ലാതെ. പക്ഷെ അങ്ങനെ ചെയ്തതെല്ലാം ഹിംസയാണ്. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്നുണ്ട്. ഇത് എൻ്റെ ഗ്ലാസ് വെള്ളമാണെന്ന് പറഞ്ഞ് ഞാൻ എടുക്കാൻ പോകുമ്പം ഈ മുമ്പിലിരിക്കുന്ന അജിത്ത് വന്ന് പറയുകയാണ് ഇത് എൻ്റെയും കൂടിയാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു കശപിശ ഉണ്ടാവും, ഒരു വാക്തർക്കം ഉണ്ടാവും. ഒന്നുകിൽ ഞാൻ ജയിക്കും, അല്ലെ അജിത്ത് ജയിക്കും. ഈ വെള്ളം ആരെങ്കിലും ഒരാൾ കുടിക്കും. അജിത്ത് ഈ വെള്ളം എടുക്കാൻ നേരത്ത് ഞാൻ എൻ്റെ നെഞ്ചത്തിട്ടടിക്കാൻ തുടങ്ങിയാലോ, ഞാൻ പട്ടിണി കിടന്നാലോ, നിരാഹാര സമരം, ഞാൻ അജിത്തിനെ ഒന്നും പറയുന്നില്ല, ചീത്തയും വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അജിത്ത് വെള്ളം എടുക്കുകയാണോ, എടുത്തോ, എന്നാൽ ഞാനിനി ഒന്നും കഴിക്കില്ല. എന്താ ഗിരീഷ് വെള്ളം കുടിക്കാത്തത്? എൻ്റെ വെള്ളം അജിത്ത് എടുത്തത്, അത് തിരിച്ചു തരുന്നവരെ ഞാൻ ഇനി ഭൂക്കാഹർത്താലാണ്. അത് ഹിംസയല്ലേ? അത് ഹിംസയല്ലേ? ആ ആളെ എങ്ങനെയാ അഹിംസാവാദി എന്ന് വിളിക്കുക? വേറൊരാളുടെ അഭിപ്രായത്തെ മാനിക്കാതെ സ്വന്തം അഭിപ്രായം അയാളുടെ മുകളിലേക്ക് കെട്ടി ഏൽപ്പിക്കുന്ന ഒരാള് ഹിംസയാണ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് തർക്കിക്കാം, വാദിക്കാം, അത് ഹിംസയല്ല. ഹിംസയാകുന്നത് നിങ്ങളുടെ ചെയ്തികളെ അംഗീകരിക്കാതെ എൻ്റെ ചെയ്തിയെ നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോഴാണ്. അപ്പം ഞാൻ ഈ പട്ടിണിയൊക്കെ കിടക്കുന്നത് കാണുമ്പം ഹൃദയാർദ്രതയുള്ള അജിത്ത് പണ്ടാരടങ്ങട്ടെ, ഞാൻ ദാഹിച്ച് ചത്താലും വേണ്ടില്ല, ഇയാൾക്ക് വെള്ളം കൊടുക്കാം. അപ്പൊ അവിടെ കൃപാലും കാരുണ്യമുള്ളത് അജിത്താണോ ഞാനാണോ? ഇദ്ദേഹം എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും വില കൊടുക്കാതെ പട്ടിണി കിടക്കും. തരം കിട്ടിയ ഇങ്ങനെ പോയി പട്ടിണി കിടക്കും. മനുഷ്യരുടെ ഉള്ളിൽ ആർദ്രതയുടെ അംശമുള്ളത് കൊണ്ട് പണ്ടാരടങ്ങട്ടെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഹിംസാവാദം അല്ല എന്നാണ് ഞാൻ വാദിക്കുന്നത്. കൊല്ലല് മാത്രമൊന്നുമല്ല ഹിംസ. അങ്ങനെയാണെങ്കിൽ വേറൊരാളുടെ അഭിപ്രായത്തെ ഹനിക്കുന്നതും ഹിംസ തന്നെയാണ്. അപ്പൊ ഞാനാണ് ഏറ്റവും വലിയ അഹിംസാവാദി. നിങ്ങളുടെ ശരികളിൽ നിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഭഗവതിക്ക് ബലി കൊടുത്താലേ ഭഗവതി പ്രീതിപ്പെടുകയുള്ളൂ എങ്കിൽ, അത് ഭരണഘടനാപരമായിട്ട് ശരിയാണ് എങ്കിൽ, അത് നിങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഈ സംസ്കൃതിയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ബലി കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പശുവാലംബനം, പശു എന്നുള്ള വാക്കിന് മൃഗം എന്നുള്ള അർത്ഥമേ ഉള്ളൂ, കൗ എന്നുള്ള അർത്ഥമില്ല. പശുവാലംബനം എങ്ങനെ നടത്തണം എന്ന് പശുവാലംബന മീമാംസയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ശരികളിൽ നിന്ന് മാത്രമേ ഉയർന്ന ശരികളിലേക്ക് ചേക്കേറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതിനെ നാം മാനിക്കണം. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. അത് ചാവുന്ന സമയത്ത് കാണുന്ന പെടച്ചില് വേദനയാണ് എന്ന് നാം അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഞാനും ഒരു കൊച്ചു കുഞ്ഞും വണ്ടി കയറി മരണവെപ്രാളം കാണിക്കുന്ന ഒരു പൂച്ചയുടെ ചേഷ്ടകൾ കാണുകയാണ്. കൊച്ചുകുട്ടി കൈയടിച്ച് ചിരിക്കും, എനിക്ക് വേദനയുണ്ടാകും. അത് കാഴ്ചയുടെ വ്യത്യാസമാണ്, കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. കുട്ടി അതിനെ കാണുന്നത് പോലെയല്ല ഞാൻ കാണുന്നത്. അത് കൊച്ചുകുട്ടിയല്ലേ, നിങ്ങൾ മുതിർന്നവരല്ലേ. അങ്ങനെ കൊച്ചുകുട്ടികളും മുതിർന്നവരൊന്നുമില്ല ഈ ലോകത്ത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇൻഎക്സ്പീരിയൻസ്ഡ് തന്നെയാണ്. അല്ലാണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ തന്നെയാണ്. കൊച്ചുകുട്ടി മുതിർന്ന ആൾക്കാരും ഒന്നുമില്ല. അതിന് വേദന അങ്ങനെ വേദനിക്കാതെ കൊല്ലണമെങ്കിൽ ഒറ്റ ജീവിയെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ.
ചെടികളെ പോലും കൊല്ലാൻ പറ്റില്ല, മത്സ്യം മാത്രമേ വേദനയില്ലാത്തതായിട്ടുള്ളൂ. അതിപ്പോൾ ഡിബേറ്റഡാ. മത്സ്യത്തിന് വേദന ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. മത്സ്യത്തിന് വേദന ഇല്ല എന്നാണ് ഇതുവരെ. ഇപ്പൊ ചെറിയ ചെറിയ ഗവേഷണങ്ങൾ പറയുന്നുണ്ട് മത്സ്യത്തിന് വേദന ഉണ്ടെന്ന്. മത്സ്യം അപ്പം പിടയ്ക്കുന്നതോ അത് റിഫ്ലക്സ് ആക്ഷനാണ്, അത് വേദന കൊണ്ടല്ല. അതുകൊണ്ടാണ് പാമ്പിനെ കൊന്നു കഴിഞ്ഞാലും ശ്രദ്ധിക്കണം എന്ന് പറയണത്. പാമ്പിനെ കൊന്നു കഴിഞ്ഞാൽ അത് ചത്തു കഴിഞ്ഞാലും അത് കടിച്ചാൽ മരിക്കും നമ്മൾ. ആ കടി ബോധപൂർവം ജീവനുള്ളത് കൊണ്ടല്ല, അത് റിഫ്ലക്സ് ആക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് റിഫ്ലക്സ് ആക്ഷനാണ് മത്സ്യത്തിൻ്റെത്. ഇത് ഞാൻ നിങ്ങളെ മത്സ്യം കഴിക്കാൻ പ്രേരിപ്പിക്കുകയോ മാംസം കഴിക്കാൻ പ്രേരിപ്പിക്കുകയോ മൃഗബലി നടത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയല്ല. അത് ചെയ്യുന്നവരെ സ്വസ്ഥമായി അത് ചെയ്യാൻ വിടുക. അവർ നാളെ ഉയർന്നേക്കാം. നിങ്ങൾ ഈ നിങ്ങളുടെ ആശയങ്ങളും മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ നടത്തുന്ന സമയത്തിന് പകരം വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ. ഇത് തെറ്റൊന്നുമല്ല, ആത്യന്തികമായിട്ട് തെറ്റും ശരിയും ഒന്നുമില്ല. പാല് കുടിക്കുന്നത് നല്ലതോ ചീത്തയോ, അജീർണം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചിരിക്കും. അജീർണം ബാധിച്ചാൽ പാല് ചീത്ത, പനി വന്ന് മാറി പനി മുക്തരായി രോഗമുക്തരായി ആരോഗ്യത്തിലേക്ക് വരികയാണെങ്കിൽ പാല് നല്ലത്. പാല് വാസ്തവത്തിൽ നല്ലതുമല്ല ചീത്തയുമല്ല. അതുകൊണ്ട് ജ്ഞാനാർണവം എന്ന തന്ത്രത്തിൽ പറയുന്നു, പവിത്രം സകലം ചൈവ വാസനാ കുത്സിതാ ഭവേത്. ഈ ലോകത്തുള്ളതെല്ലാം പവിത്രമാണ്, അപവിത്രമായിട്ടൊന്നുമില്ല. വാസന എന്ന് പറഞ്ഞാൽ ഭാവനയാണ് അതിനെ മാറ്റിമറിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ചോരയല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നതേ തെറ്റൊന്നുമില്ല. പക്ഷെ അയാളുടെ ഉള്ളിലേക്ക് ഒരു ആവശ്യമില്ലാത്ത കുറ്റബോധം കടത്തിവിട്ട് അയാൾക്ക് പാകമാകാത്ത അറിവ് അയാൾക്ക് പകർന്നു കൊടുത്ത് അയാളെ ഇല്ലത്തു നിറക്കുകയും ചെയ്തു. അമ്മാത്ത് ഒട്ടെത്തിക്കാതെയും ഇരിക്കുക എന്നുള്ളത് ഒരു ശരിയായ പ്രവണതയല്ല. ഒരാൾക്ക് അയാളുടെ ശരികളിൽ നിന്ന് കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അത് ലോവറാണോ ഹയറാണോ അതൊക്കെ നമ്മൾ ഡിബേറ്റ് ചെയ്ത് അയാളെ കൊണ്ട് തോന്നിപ്പിക്കേണ്ട അയാൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശമായതാണ്. ബലി ഇന്ത്യയിലുണ്ട്. പുനർജന്മ പൂർവജന്മ സിദ്ധാന്തങ്ങൾ ഇന്ത്യയിൽ, അതിനാണ് ഞാൻ അത്രയും വിശദമായിട്ട് പൂർവജന്മ പുനർജന്മ സിദ്ധാന്തങ്ങൾ ഋഗ്വേദത്തിലില്ല എന്ന് പറഞ്ഞത്. ഈ കാനിബലിസവുമായിട്ട് ബന്ധപ്പെടാതെ ഇവിടെ ബലിയുണ്ട്. അത് ദേവതാ പ്രീതികരമായിട്ടാണ് നടത്തിയിരുന്നത്. ആ ദേവതകൾക്ക് പണ്ടത്തെ ആഹാരമാണ്. പശുവിനെ ഇവിടെ മനുഷ്യർ കഴിക്കുമായിരുന്നു എന്നാ പറയണത്. ഗോഘ്നൻ എന്നുള്ള വാക്ക് ആണ് അതിഥിക്ക് ഉപയോഗിച്ചിരുന്നത്. അതിഥി ഗോഘ്നൻ ഡിക്ഷണറി നോക്കിയാൽ ഗോഘ്നൻ എന്ന് പറഞ്ഞാൽ അതിഥി എന്നാണ് അർത്ഥം. അതിഥികൾ വരുമ്പോൾ ഇപ്പമുള്ള അതിഥികളെ കുക്കുടഘ്നൻ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ അതിഥി വരുമ്പോൾ വീട്ടിലെ ഏതെങ്കിലും ഒരു കോഴി ചാവും. പണ്ട് അതിഥി വരുന്ന സമയത്ത് വീട്ടിലെ പശു ചാവും. അപ്പൊ ഗോഘ്നൻ എന്നാണ് അതിഥിക്ക് വിളിക്കുക. അപ്പൊ ഗോ എന്ന് പറഞ്ഞാൽ പശു അല്ല, ഗോ എന്ന് പറഞ്ഞാൽ വാക്കാണ്, ഗോ എന്ന് പറഞ്ഞാൽ വെളിച്ചവുമാണ്. അങ്ങനെയാണെങ്കിൽ ഗോഘ്നൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടുണ്ടാക്കി തരുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയല്ല, ഗോ എന്നുള്ള ശബ്ദത്തിന് വാക്കെന്നാണ് അർത്ഥം. അപ്പൊ ഗോഘ്നൻ എന്ന് പറഞ്ഞാൽ വാക്കിനെ നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെ അർത്ഥം എന്ത് വേണേലും പറയാം. ഇതിന് പല അർത്ഥങ്ങളുണ്ട് ഈ വാക്കുകൾക്ക്. ഇതിൽ ശരിയും തെറ്റുകളൊന്നുമില്ല. ഓരോരുത്തർക്കും ഭരണഘടന അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് മാത്രമേ ആ നാട്ടിലെ പൗരന്മാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഭരണഘടന ഇതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ റിലീജിയസ് ടെക്സ്റ്റുകളിലൊന്നും ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞിട്ടുള്ളത് യോഗസൂത്രങ്ങളിലാണ്. അവിടുത്തെ കാഴ്ചപ്പാടും അവിടുത്തെ സാധനാ സമ്പ്രദായങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തവുമാണ്. ഇത് വ്യത്യസ്ത സാധനാ സമ്പ്രദായങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴിയാണ്. നമ്മൾ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടുത്തെ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്നോട് ഈ ചോദ്യം ചോദിച്ചത്, തെയ്യം കെട്ടുന്നവർക്ക് അവർക്ക് ഈ ബലിയില്ലാതെ പറ്റില്ല, അത് ശരിയല്ല എന്നും പറഞ്ഞ് ഒരു കൂട്ടം പ്രബുദ്ധമതികൾ ബഹളം വയ്ക്കുമ്പം അതുകൊണ്ടുണ്ടാകാൻ പോകുന്നത് അവരുടെ ഉള്ളിൽ കുറ്റബോധമല്ലാതെ വേറെ ഒന്നുമല്ല. അവര് സ്വയം നിർത്തുകയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. അവർക്ക് തോന്നുകയാണ് ഇത് ശരിയല്ല, ഞാൻ നിർത്തണം തോന്നിയാൽ അവർക്ക് നിർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ റിച്വലിന്റെ ഭാഗമാണ്. അത് കാലാകാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് പകർന്നു കിട്ടിയ ഒരു റിച്വൽ സിസ്റ്റമാണ്. ആ റിച്വൽ സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള ശരികളുണ്ട്.
ആ ശരികളുണ്ട് എന്ന് ആധുനിക മനുഷ്യന് തോന്നിയത് കൊണ്ടും കൂടി ആയിരിക്കില്ലേ ഇന്ന് കേരളത്തില്, ഉത്തര കേരളത്തില് കളിയാട്ടങ്ങളെല്ലാം പുനർജീവിക്കുന്നത്. ഈ കളിയാട്ടങ്ങളിലെല്ലാം ഈ ഗുരുതിയുണ്ട്. അപ്പൊ പിന്നെ വരുന്നത് മുഴുവൻ അതിന്റെ ഫിലോസഫിയും ഇത് കൊടുത്താൽ ഇതിനൊക്കെ വളരെ ക്രിയകളുണ്ട്. ഈ പ്രാണനെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രാണനെ എങ്ങനെയാ യോജിപ്പിക്കുക, ആരാ യോജിപ്പിക്കേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ ചർച്ചകളുണ്ട്. അതൊന്നും നമുക്ക് കടക്കാനുള്ളൊരു വേദിയല്ല ഇത് എന്നുള്ളത് കൊണ്ട് സാമാന്യമായിട്ട് പറഞ്ഞതാണ്. വേറൊരാളുടെ ശരികള് അനുവർത്തിക്കാനുള്ള അവകാശം ആ ആൾക്കുണ്ട്. നമ്മളതിൽ കൈ കിടക്കണം. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചെയ്യേണ്ടത്, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ചെയ്യാറില്ല. ഞാൻ ഈ ബലി നടക്കുന്ന സ്ഥലത്ത് പോകാറ് പോലും ഇല്ല. കാമാഖ്യയിൽ ഇതുവരെ പോകാൻ മടി കാണിച്ചു. ഇപ്പോഴും പോകാൻ എനിക്കൊരു മടിയാണ്. പോകാൻ മടി കാണിക്കുന്നത് അവിടെ നടക്കുന്ന ബലി കാണാതെ അമ്പലത്തിനകത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പോയിട്ടുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് എൻ്റെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർക്ക് പോകാൻ, കാമാഖ്യ ആരും പോകരുതെന്ന് ഞാൻ പറയാറില്ല. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്റെ ദേവതകള് വെജിറ്റേറിയൻസിന് റിസർവ്ഡ് അല്ല, അങ്ങനെ ധരിക്കരുത്. അങ്ങനെ ഒരു ധാരണയുണ്ട് നമുക്ക്. സ്പിരിച്വൽ ആയാൽ പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം. പ്യുവർ വെജിറ്റേറിയൻസിന് റിസർവ്ഡ് ആണ് സ്പിരിച്വൽ മോക്ഷം അല്ല, ലിബറേഷൻ അങ്ങനെ റിസർവ്ഡ് അല്ല. ആഹാരം എന്ത് നിങ്ങളുടെ തൊണ്ടയ്ക്ക് താഴോട്ടിറങ്ങിയാലും നിങ്ങളുടെ വയറ്റിന്റെ മെക്കാനിസം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസമാണ്. അതിനെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ കാർബോഹൈഡ്രേറ്റ് ആണ് പിന്നീട് പലതുമായിട്ട് തിരിഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തൊണ്ടയ്ക്ക് മുകളിൽ വരെയുള്ളൂ ഈ സാധനത്തിന് പ്രത്യേകത. തൊണ്ടയ്ക്ക് താഴോട്ട് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റും വിറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെയാണ്. അതാണ് എൻ്റെ വാദം. ഇത് മുഴുവൻ നിങ്ങൾക്ക് തള്ളിക്കളയാം, അതെന്റെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഇത് പറഞ്ഞത് ശരിയല്ല എന്ന് എന്നെ സമർത്ഥിക്കാൻ എൻ്റെ സമയം ഞാൻ ഇവിടുന്ന് താഴെ ഇറങ്ങുമ്പോൾ കളയരുതേ എന്നൊരു അഭ്യർത്ഥന എനിക്ക് നിങ്ങളോടുണ്ട്. 40-45 വർഷമായിട്ട് ഞാൻ ഉറച്ച് നിൽക്കുന്ന ഒരു സംഗതിയാണിത്. അതിന് വിവിധ ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് പ്രമാണങ്ങൾ, ഇതൊക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ട് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എന്നെ മതം മാറ്റാൻ ശ്രമിക്കരുതേ. കാരണം സമയം വെറുതെ പോകും. എനിക്ക് കുറച്ച് ഇറങ്ങുമ്പോൾ തന്നെ അസ്വസ്ഥനായിരിക്കും സംസാരിച്ചതിൻ്റെ. ഇതും കൂടെ കേട്ടാൽ വെറുതെ അസ്വസ്ഥനാക്കി ഞാൻ ദേഷ്യപ്പെടും. എനിക്ക് കരച്ചിൽ വന്നാൽ കരയും, എനിക്ക് ചിരി വന്നാൽ ചിരിക്കും. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അപ്പം ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നാളെ ഇയാൾ എന്തൊരു ആധ്യാത്മികനാണ് എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ എന്നോട് അങ്ങനത്തെ ആ കാര്യങ്ങൾ പ്രസക്തമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശരികളിൽ വിഹരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കഴിക്കണ്ട. അത് പറഞ്ഞപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ്റെ കാര്യത്തിലേക്കും കൂടെ ഞാനൊന്ന് വരാം. മെഡിറ്റേഷൻ ചെയ്യുമ്പം എന്താ നിയമങ്ങൾ? ഒരു നിയമവുമില്ല. മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. വേറെ ഒരു നിയമവും അതിനില്ല. കുളിച്ചിട്ട് വേണം ഇരിക്കാൻ. കുളിച്ചിട്ടിരിക്കുന്നതാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ സൗകര്യമെങ്കിൽ കുളിച്ചിട്ടിരിക്കണം. കുളിക്കാതെ ചെയ്താൽ കുഴപ്പമുണ്ടോ? ചെയ്ത് നോക്കുക. കുളിക്കാതെ ചെയ്യുമ്പോൾ, ചിലർക്ക് കുളിക്കാതെ ചെയ്യുമ്പോഴാണ് കുളിച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗുണം. അതുകൊണ്ടാണ് ഈ യോഗികളൊക്കെ വല്ലപ്പോഴേ കുളിക്കുള്ളൂ, ദിവസവും കുളിക്കില്ല. ശരീരത്തിന്റെ ചൂട് താഴ്ന്നു കഴിഞ്ഞാൽ, കുളിക്കുമ്പോൾ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കുറയും. ശരീരത്തിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള സാധന ചെയ്യാൻ കുറച്ചും കൂടി സമയമെടുക്കും ചിലർക്ക്. അപ്പോൾ അതുകൊണ്ട് കുളിക്കാതിരിക്കുമ്പോഴാണ് ആ ടെമ്പറേച്ചർ വാമായിട്ട് നിൽക്കുക. അപ്പോൾ അവർക്ക് കൂടുതൽ സ്പിരിച്വൽ പ്രാക്ടീസസ് പറ്റും. ചിലർക്ക് കുളിച്ചു കഴിഞ്ഞാലാ പറ്റുക. എനിക്ക് കുളിച്ചു കഴിഞ്ഞാലാ പറ്റുക. എനിക്ക് കുളിക്കാതെ ചെയ്യുന്ന ഇഷ്ടമല്ല. കാരണം എനിക്ക് പറ്റില്ല. വേറൊരാൾ കുളിക്കാതെ ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അയാൾക്ക് ചെയ്യാം. അപ്പം കുളിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആഹാരമാണ് അടുത്ത. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഈ ആഹാരം. വയറാണ് എല്ലാ രോഗങ്ങൾക്കും കാരണം, അടുക്കളയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. കറക്റ്റാണ്. അപ്പോൾ ആഹാരം എന്താ കഴിക്കുക? ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക. എന്തും. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരം മെഡിറ്റേഷനെ സഹായിക്കുമെങ്കിൽ അത് തുടരാം. കുറച്ച് ദിവസം മെഡിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പം ചില ആഹാരങ്ങൾ നമുക്ക് പിടിക്കാതാകുമ്പം നമ്മളതിനെ താനെ ഒഴിവാക്കിക്കോളും. അതിന് പരിശ്രമിക്കേണ്ട. മെഡിറ്റേഷനാണ് പ്രധാനമെങ്കിൽ, ആഹാരമാണ് പ്രധാനമെങ്കിൽ മെഡിറ്റേഷൻ ഒഴിവാക്കപ്പെടും. അത് നമുക്ക് എന്താ പ്രധാനം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇഷ്ടമുള്ള ആഹാരം എങ്ങനെ കഴിക്കണം? മിതമായി കഴിക്കണം. അതാരും കേൾക്കില്ല. ഞാൻ ഈ മത്സ്യമാംസാദികൾ കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് മാത്രമേ എല്ലാവരും കേൾക്കാറുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ ഇതും പറയാറുണ്ട്, മിതമായി കഴിക്കണം. അതെങ്ങനെയാ ഈ മിതമായി കഴിക്കുക? അരവയറേ കഴിക്കാൻ പാടുള്ളൂ. ഒരു പകുതി കഴിച്ചു കഴിഞ്ഞാൽ ഒരു പകുതി, ബാക്കി പകുതിയുടെ ഒരു പകുതി, അതായത് കാൽഭാഗം വെള്ളം കുടിക്കണം.
ബാക്കി കാൽ ഭാഗം വായു സഞ്ചാരത്തിനായിട്ട് സ്വതന്ത്രമായിട്ട് വിടണം. ഇതാണ് കഴിക്കേണ്ട രീതികൾ. യോഗികളുടെ ഭക്ഷണ രീതിയാണത്. എത്ര നേരം കഴിക്കണം? ഒറ്റ നേരം കഴിക്കാൻ പാടുള്ളൂ. ഒരു നേരമേ മനുഷ്യനെന്ന ജന്തുവിന് വിശക്കുള്ളൂ. അത് പല സമയങ്ങളിലായിരിക്കും എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ മഹർഷിമാർ പറഞ്ഞത്, ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി. അവിടെ നിർത്തി. ഞാൻ അതിന്റെ കൂടെ 2 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ ജഗതി ശ്രീകുമാർ രസങ്ങളുടെ കൂട്ടത്തിൽ 1-2 കൂടി ആഡ് ചെയ്തത് പോലെ എന്റെ വക 2 അഡീഷനും കൂടി ഉണ്ട്. 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി, അതിൽ കൂടുതൽ കഴിക്കുന്നവൻ പരമദ്രോഹി. അതിൽ ഞാൻ 4ാമത്തെ പെടും, ദ്രോഹി. ഞാൻ 4 നേരം കഴിക്കാം. ഉള്ളത് പറയുന്നത് വലിയ, അല്ലാതെ ഞാൻ 1 നേരം കഴിക്കാറുള്ളൂ സിദ്ധനാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അത് ശരിയല്ല. അങ്ങനെയല്ല, ഞാൻ ഈ 4 നേരം കഴിക്കാറുണ്ട്. പേടിച്ചിട്ടാ കഴിക്കുന്നത്. വിശക്കുമോ എന്ന് പേടിച്ചിട്ടാ കഴിക്കുന്നത്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ കഴിക്കുന്ന വിശന്നിട്ടേ അല്ല നമ്മൾ കഴിക്കുന്നത്, വിശക്കുമോ എന്ന് ചിന്തിച്ചിട്ടാണ് കഴിക്കുന്നത്. ടൈം അനുസരിച്ച് എത്രയും സമയം 8 മണി എന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലഞ്ചിന് സമയമായോ എന്നാ ചോദിക്കുന്നത്, വിശപ്പായോ എന്നല്ല ചോദിക്കുന്നത്. സമയം അനുസരിച്ചാണ് ലഞ്ച് കഴിക്കാൻ. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു കഴിപ്പ്, അത് എൻ്റെ കഴിപ്പ്, ഈ 4 തൊട്ട് 6 വരെയുള്ള സമയത്തിനിടയിലുള്ള ഒരു കഴിപ്പുണ്ട്, അത് വിശന്നിട്ടാണ് കഴിക്കുന്നത്. ബാക്കിയൊക്കെ രാത്രി കിടക്കുമ്പോൾ വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി കഴിക്കും. അങ്ങനെ 4. ബുഷ് പണ്ട് പറഞ്ഞിരുന്നു, ഒരു ബുഷ് ഈ അടുത്ത ഈ ഒബാമയ്ക്കൊക്കെ മുമ്പ് ഒരു ബുഷ് ഭരിച്ചിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞിരുന്നു, ഇന്ത്യക്കാരുടെ ഭക്ഷണ രീതി കാരണമാണ് ലോകത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നത്. അന്ന് ഞാനത് വല്ലാണ്ട് എതിർത്തു, ശരിയല്ല എന്നൊക്കെ പറഞ്ഞ്. സത്യം, 8 നേരം കഴിക്കുന്നവരുണ്ട് ഇന്ത്യയിൽ. 8 നേരം. കള്ളത്തരം പറഞ്ഞല്ല, ഞാൻ അന്തം വിട്ടുപോയി. 8 നേരം. എറണാകുളത്തുള്ള ഒരാളെന്നോട് പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ കഴിപ്പിന്റെ രീതി പറഞ്ഞപ്പം 8 നേരം. അത് ചെറിയ 2 ഡേറ്റ്സും 1 നട്ട്സും ഒന്നും അല്ല കഴിക്കുന്നത്, 2 ഏത്തപ്പഴവും 1 മുട്ടയും 1 ഗ്ലാസ് പാലും. ഇടനേരത്തെ ആഹാരമാണ്. അങ്ങനെ 8 നേരം. കോഴിക്കോട് ഒരു ഭാഗത്ത് വന്നപ്പോൾ അത് 8-10 നേരം വരെയൊക്കെ. അപ്പം ബുഷ് പറഞ്ഞത് ഏകദേശം ശരിയാണ് എന്ന് എനിക്കൊരു സംശയം തോന്നി തുടങ്ങി. കാരണം നമ്മുടെ മഹർഷിമാര് പറഞ്ഞതൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതൊക്കെ ഇങ്ങനെ മൈക്കിന്റെ പുറകിലിരുന്ന് പറഞ്ഞ് കേൾക്കാനുള്ള താല്പര്യം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഇഷ്ടമുള്ള ആഹാരം മിതമായി കഴിക്കണം. കഴിയുന്നതും ഈ സാധനം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളിലെ വിശപ്പ് ചിലപ്പോൾ ഒന്ന് കൂടും, ചിലർക്ക് വിശപ്പ് കൂടും. പക്ഷെ അത് ക്രമേണ കുറഞ്ഞ് മിതമായി തീരും. മെഡിറ്റേഷൻ ചെയ്യുമ്പം ആഹാരത്തിൻ്റെ ഇൻടേക്ക് നമ്പർ ഓഫ് ടൈംസ് കൂടിയാലും എമൗണ്ട് പതുക്കെ കുറയും. അങ്ങനെ ആഹാരം കുറഞ്ഞ് ഒരു നേരം ചിലപ്പോൾ ആഹാരം തന്നെ ഇല്ലാതെ നമുക്ക് കുറേ കാലം മുന്നോട്ട് പോകാൻ പറ്റും. അത് മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കും. അതിൽ നമ്മളൊന്നും ചെയ്യേണ്ട, അത് ബോഡി താനെ അതിലേക്ക് എത്തും. അപ്പം നിയമങ്ങളൊന്നുമില്ല. എപ്പം എഴുന്നേക്കണം, ഇനി അടുത്തത് അതാ അടുത്ത നിയമം. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഓഫീസ് തുറക്കുക. ബ്രാഹ്മ മുഹൂർത്തം കഴിഞ്ഞാൽ ഈ തത്കാൽ റെയിൽവേ കൗണ്ടർ തുറക്കുന്നത് പോലെ ടൈം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ക്ലോസ് ചെയ്യും. അങ്ങനെയല്ല, അങ്ങേർക്ക് സമയമില്ല. സമയാതീതമായ തലത്തിലാണ് പരമമായത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എപ്പം എഴുന്നേറ്റാലും ഭഗവാൻ എന്താ പറയുക, ഇപ്പം എഴുന്നേറ്റു എന്നേ പറയുള്ളൂ. അല്ലാതെ ഗിരീഷ് കുമാർ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റു എന്ന് അറിയണമെങ്കിൽ അവിടെ ക്ലോക്ക് വേണം. അവിടെ ക്ലോക്ക് വെച്ചാൽ അദ്ദേഹം സമയാധീനനാകും. അദ്ദേഹം സമയാതീതനാണ്. സമയമില്ല അവിടെ, ടൈംലെസ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് എപ്പോൾ നമ്മൾ എണീറ്റാലും എപ്പോൾ എണീറ്റു എന്നേ പറയാൻ പറ്റുള്ളൂ. പാർവതി എന്ന് ശ്രീമൻ നാരായണനോട് ചോദിക്കുകയാണ്, പ്രഭോ ഇന്ന് ഗിരീഷ് കുമാർ എത്ര മണിക്ക് എഴുന്നേറ്റത്? ഇപ്പൊ എണീറ്റതേ ഉള്ളൂ എന്നേ പറയുള്ളൂ. വേറൊരാൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റു, അയാളെ പറ്റി എന്താ ഭഗവാൻ പറയും? ഇപ്പൊ എണീറ്റേ ഉള്ളൂ എന്നാ പറയുക. അപ്പൊ ഉറക്കം തെളിയുമ്പം എഴുന്നേക്കണം. ജോലിക്ക് പോകുന്നവർക്കൊന്നും ഇത് പറ്റില്ല. അലാം ക്ലോക്ക് വെച്ചിട്ടേ അവർ എഴുന്നേക്കാറുള്ളൂ. അവർ എഴുന്നേക്കുന്നത് മുഴുവൻ പ്രാഗിയിട്ടും എഴുന്നേക്കുന്നത്. അലാം ക്ലോക്ക് അടിക്കുമ്പം പാട്ട് പാടി എഴുന്നേക്കുന്നവരെ ഞാനടക്കം ആരെയും കണ്ടിട്ടില്ല. അലാം ക്ലോക്ക് അടിച്ചാൽ അത് സ്വിച്ച് ഓഫ് ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്നൂസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വെച്ചിട്ടുള്ളത്. നമ്മൾ അലാം ക്ലോക്ക് അടിക്കുമ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അടിക്കുക, അങ്ങനെ ഒന്നുകൂടെ അടിക്കുക, അങ്ങനെ 3-4 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാലാണ് പ്രാഗിക്കൊണ്ട് നമ്മൾ എഴുന്നേക്കുക. അപ്പം എഴുന്നേക്കുന്നത് തന്നെ പ്രാക്ക് പാട്ടോട് കൂടിയാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസത്തിന്റെ കഥ പറയാനുണ്ടോ? അപ്പൊ അങ്ങനെ പ്രാഗിയല്ല എഴുന്നേക്കേണ്ടത്, ഉറക്കം തെളിഞ്ഞ് എഴുന്നേക്കണം. ശരീരത്തിന് മതിയായാൽ ശരീരം ഉറക്കം നിർത്തും, അപ്പൊ എഴുന്നേക്കണം. ആ എഴുന്നേറ്റ് കഴിഞ്ഞ് പ്രാതകൃത്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ഇരിക്കണം. എപ്പോഴാണ് ഇരിക്കേണ്ടത് എന്ന് ഭാരതീയ ശാസ്ത്രങ്ങൾ പറയുന്നത് സ്വസ്ഥ ചിത്തരായിരിക്കുമ്പോൾ.
മനസ്സ് എപ്പോഴാണോ ശാന്തമായിരിക്കുന്നത് അപ്പം വേണം ഈശ്വരോന്മുഖമായ സാധന ചെയ്യാൻ. സ്ത്രീകൾക്കപ്പോൾ ഏറ്റവും പറ്റി, വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ ഏറ്റവും പറ്റിയ സമയം പണിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയം. ഉച്ചയ്ക്ക് ഇതൊന്നും ചെയ്യരുതെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്, അവരങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് ആ സമയത്ത് ചെയ്യാം. സ്വസ്ഥരായിരിക്കുമ്പം ചെയ്യണം, ഇന്ന സമയത്ത് ചെയ്യണം എന്നൊന്നുമില്ല. പിന്നെ ക്രമേണ കുറച്ച് ദിവസം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ടൈമിന് നമ്മുടെ ശരീരം ഒരു ടൈം ചൂസ് ചെയ്യുകയും ആ ടൈമിന് നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പം ഇത്രയും കാലം ഇത് ബലിയെ പറ്റിയിട്ട് ഇത്രയും പറയാം. ഇപ്പം ഏകദേശം ഇതാണ്. പിന്നെ ബലി കൊടുക്കേണ്ട രീതികളും ഈ രീതികൾ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കുറഞ്ഞിട്ടുള്ള രീതികളാണ് തെയ്യത്തിൻ്റെയൊക്കെ. കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൂടിയതാണ് യാഗത്തിനുള്ള ബലി. ഈ ബലിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയും ബലി കൊടുത്താലേ ദേവത പ്രീതിപ്പെടുകയുള്ളോ, അതും കൂടി ചോദിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് സമയം കഴിഞ്ഞു, പക്ഷെ നാളെ ബാക്കി എടുക്കാമല്ലോ. അങ്ങനെയില്ല. ബലി കൊടുത്താലേ അവർ പ്രീതിപ്പെടുകയുള്ളൂ, അവർ രക്തദാഹികളാണ്, അവർ കൊതുകുമല്ലോ ആണോ രക്തം കുടിക്കാൻ? അതല്ല, അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താ തെളിവ്? ഈ പശുവിന് പകരം, മൃഗത്തിന് പകരം പിഷ്ടപശുവിനെ ബലി കൊടുക്കാം. കേരളത്തിൽ യാഗം നടക്കുമ്പോൾ പാഞ്ഞാളിലൊരു വലിയ യാഗം നടത്തിയിരുന്നു ഫ്രിറ്റ്സ്റ്റാളിൻ്റെ നേതൃത്വത്തിൽ. 1976 നടന്നത് പാഞ്ഞാളിൽ. അപ്പോൾ ആ സമയത്ത് അവർ ഒറിജിനൽ മൃഗത്തെ ബലി കൊടുത്തിട്ടില്ല, അവർ പിഷ്ടപശുവിനെയാണ് ബലി കൊടുത്തത്. അങ്ങനെ പിഷ്ടപശു, അരിമാവ് കൊണ്ടൊരു പശുവിനെ ഉണ്ടാക്കി അതിൽ ചില ക്രിയകളൊക്കെ ചെയ്ത് അതിൽ ജീവനെ സന്നിവേശിപ്പിച്ച് അതിനെ ബലി കൊടുക്കും. അപ്പം മൃഗത്തെ തന്നെ കൊടുത്തുകൊള്ളണം എന്നില്ല, പകരം കൊടുത്താലും ഈക്വൽ ഫലമാണ്. കൊടുക്കുന്നയാളുടെ മനോഭാവമാണ് പ്രധാനം, കണ്ടു നിൽക്കുന്നവരുടെ മനോഭാവം. അതുകൊണ്ട് ഇത് കേട്ട് കഴിച്ചിട്ട് നാളെ തെയ്യക്കാരോട് ഇന്നയാൾ വന്ന് പറഞ്ഞുല്ലോ, ഇതിന് പിഷ്ട കോഴിയെ കൊടുത്താൽ മതി, ഒറിജിനൽ കോഴിയെ കൊടുക്കണ്ട, അത് അയാളാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. ഞാൻ പറയുന്നത് അത് കൊടുത്തില്ലെങ്കിലും അതിന് പകരം കൊടുത്താലും തുല്യ പ്രീതി തന്നെയാണ് ഉണ്ടാവുക. കൊടുക്കുന്നയാളുടെ മനോഭാവമാണ് പ്രധാനം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ടാണ്. അല്ലാതെ കോഴിയെ കൊടുത്താൽ മാത്രമേ ഈ ദേവി പ്രസാദിക്കുകയുള്ളൂ എന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല. വാസ്തവത്തിൽ ഈ ദേവിയും ദേവനും ഒന്നും വാങ്ങിക്കുന്നില്ല. ഈ കോഴിയെ കൊടുത്തിട്ട് ആരാത് തട്ടുന്നത്? നമ്മളാ. പാൽപ്പായസം കഴിച്ചിട്ട് ആരാത് കഴിക്കണത്? നമ്മളാ. പാവം മൂപ്പർക്കൊന്നും കിട്ടുന്നുമില്ല, കണ്ടിരിക്കാൻ വേണമെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ ശരികളിലൂടെ നമുക്ക് ജീവിക്കാം, വേറൊരാളുടെ ശരികളിലൂടെ അവർക്കും ചെയ്യാം. നമ്മളതിൽ എൻക്രോച്ച് ചെയ്യണ്ട. പക്ഷെ മൃഗബലി കൊടുത്താൽ, മൃഗത്തെ ബലി കൊടുത്താൽ മാത്രമേ അത് ശ്രേഷ്ഠമാവുകയുള്ളൂ എന്ന തോന്നലും തെറ്റാണ്. പിഷ്ടപശു എന്നുണ്ട് തന്ത്രശാസ്ത്രത്തിൽ. ഈ 25 ആടിനെ ബലി കൊടുക്കുന്നതിന് തുല്യമാണ് ഈ കുമ്പളങ്ങയല്ല, വേറെ ഈ നീണ്ടു നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇളവൻ ബലി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. പശുവാണെന്ന് സങ്കല്പിച്ചിട്ട് അതിനെ വിട്ടു. ഒരിളവൻ ബലി കൊടുത്താൽ 25 ആടിനെ കൊടുക്കുന്ന ഫലം. ഇതിനൊക്കെ പ്രമാണമുണ്ട്, സംസ്കൃത ശ്ലോകങ്ങളുണ്ട്, തന്ത്രശാസ്ത്രമൊക്കെ ഉണ്ട്. പക്ഷെ ഇതാര് തീരുമാനിക്കും? ചെയ്യുന്നയാൾ തീരുമാനിക്കും. അവരുടെ മനോഭാവവും മനോനിലയും അനുസരിച്ചുള്ള കാര്യമാണ്. അതുകൊണ്ട് ആത്യന്തികമായിട്ട് ശരിതെറ്റുകളൊന്നുമില്ല, വ്യക്തിഗതമായിട്ടുള്ള ശരിതെറ്റുകളേ ഉള്ളൂ. സമൂഹം ഒന്നടങ്കം തീരുമാനിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമം. അത് ബാധകം. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമം അനുസരിച്ചിട്ട് ബലി കൊടുക്കാൻ പറ്റില്ല. കാരണം അല്ലാതെ ഞാൻ ഇവിടുന്ന് പോയാൽ, പണ്ട് എനിക്കെതിരെ ഒരു കേസ് വന്നിട്ടുള്ളതാണ് ഇത് ന്യായീകരിച്ചിട്ട്. ഈ പെറ്റക്കാര്, പ്രിവെൻഷൻ ക്രൂവൽറ്റി ഓഫ് അനിമൽസിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുകാർ ഞാൻ മൃഗബലി പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞു. ദൈവാധീനത്തിന് ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അത് പോയി. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല, അതും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതോ അതെനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. നിയമപരമല്ല, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഭാരതീയ സംസ്കൃതിയിലെ ശാസ്ത്രമനുസരിച്ച് അതിനൊരു ലോജിക്കുണ്ട്. അത് ചെയ്താലേ ഫലിക്കൂ, അങ്ങനെയില്ല, മനോഭാവം അനുസരിച്ച്. അപ്പോൾ ഇത്രയാണ് നിയമങ്ങൾ. എപ്പോൾ എഴുന്നേക്കണം എന്നുള്ള നിയമം നമ്മൾ പറഞ്ഞു, കുളിക്കണോ വേണ്ടയോ എന്നുള്ള നിയമം എടുത്തു. ആഹാരം ഇനിയുള്ളത് ആഹാരം എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു. ആഹാരം കഴിച്ചിട്ട് വേണോ കഴിക്കാതെ വേണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കഴിച്ചിട്ട് ചെയ്താൽ
ശരീരം ദഹിപ്പിക്കാൻ വേണ്ടി എനർജിയെ കൂടുതൽ വിനിയോഗിക്കുമെന്നുള്ളത് കൊണ്ട്, ആ സമയത്ത് മെഡിറ്റേഷൻ ഇരുന്നാൽ ഉറക്കം വരും എന്നുള്ളത് കൊണ്ട്, ഉറങ്ങാനല്ല മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ആഹാരം കഴിച്ചാൽ ഉടനെ ഇരിക്കാം. അപ്പോൾ ആഹാരം കഴിച്ചാൽ എപ്പം ഇരിക്കാം? ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഇരിക്കാം, അല്ലെങ്കിൽ ആഹാരം കഴിച്ചൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇരിക്കാം. ഹെവി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ കുറേ നേരം കഴിഞ്ഞിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. അത് കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. ബാക്കി നിയമങ്ങളൊന്നുമില്ല. ഇത് ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്നത് പോലെയാണ്. സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒട്ടകമായിക്കോളും. നമ്മളൊന്നും ഉണ്ടാക്കണ്ട. നിയമം താനേ രൂപീകൃതമാകും. നമ്മളും എല്ലാം അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ചിട്ടവട്ടങ്ങളും താനേ രൂപീകൃതമായിട്ടുള്ളതാണ്. അതേപോലെ ഇതും ശരിയായിക്കോളും. ഒന്നും ബലം പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ ജീവിച്ചാൽ മതി. ഈ ഒട്ടകത്തിനെ ഒന്ന് കയറ്റി വെക്കണം. ബാക്കി ഒട്ടകമായിക്കോളും. ഇന്ന് നമുക്ക് അത്രയും എടുക്കാൻ സമയം കിട്ടിയിട്ടുള്ളൂ. കാരണം മരണത്തെ പറ്റിയാ ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ബലി വളരെ പ്രധാനമാണ്. അതിവിടെ ഒരു വലിയ സംശയമാണ്. ഞാൻ ഈ പറഞ്ഞത് കൊണ്ടൊന്നും ആ സംശയം തീരുകയില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇനി ഞാൻ പറഞ്ഞതിനെ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനാണെങ്കിൽ, പരമാചാര്യര് പെരിയോർ എന്ന് വിളിക്കുന്ന ജയേന്ദ്ര സരസ്വതികളുടെ ഗുരുനാഥനായിട്ടുള്ള ചന്ദ്രശേഖരേന്ദ്ര സരസ്വതികൾ, അദ്ദേഹം ഹിന്ദു ധർമ്മ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭാവൻസ് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹിന്ദു ധർമ്മ, ഇംഗ്ലീഷിലാണ് ആ പുസ്തകം. ആ പുസ്തകത്തിലെ 3-4 അധ്യായങ്ങൾ അനിമൽ സാക്രിഫൈസിനെ കുറിച്ചാണ്. അന്ന് ഞാൻ രക്ഷപ്പെട്ടത് അങ്ങനെയാണ്. എനിക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ പോസ്റ്റ് ഹ്യൂമസ് ആയിട്ട് ചന്ദ്രശേഖരേന്ദ്ര സരസ്വതിക്കെതിരെയും കേസെടുക്കണം. കാരണം അദ്ദേഹം ന്യായീകരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. അത് വായിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞതിനേക്കാൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നാലും ഈ ചോദ്യം തീരുകയില്ല. അത് പിന്നെ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കട്ടെ. അത് പുതിയ ആൾക്കാർ വരും, പുതിയ ചോദ്യങ്ങൾ വരും, അത് വരട്ടെ. പക്ഷേ ഏകദേശം ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു. കൃത്യം ബലിയുടെ ക്രിയകൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് ശാസ്ത്ര രഹസ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മന്ത്രങ്ങളും വൈത്താരികളും പല ക്രിയകളും ഒക്കെ ഉണ്ട്. അത് അവർ ചെയ്യുമ്പോൾ നമ്മൾ മാറി നിന്നത് തൊഴുക മാത്രമേ വേണ്ടൂ. തൊഴാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട. നമുക്ക് അല്ലാത്ത വെജിറ്റേറിയൻ തെയ്യങ്ങളുണ്ട്. മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യം, അതൊക്കെ വെജിറ്റേറിയൻ തെയ്യമാണ്. നമുക്ക് മുച്ചിലോട്ട് ഭഗവതി നോൺ വെജിറ്റേറിയൻ ഇല്ല. മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യമൊക്കെ തൊഴുത് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിക്കാം. നോൺ വെജിറ്റേറിയൻ തെയ്യമുണ്ട്. ഗാസ്ട്ലി തെയ്യങ്ങളൊക്കെ ഉണ്ട്. ഭീതിതമായിട്ടുള്ള തെയ്യങ്ങളൊക്കെ ഉണ്ട്. അതും കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ഓരോരുത്തരുടെ മനോഭാവം വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഈ ഭോജനശാലയിൽ ആഹാരം കഴിക്കാൻ വരുന്നവരുടെ രുചികൾക്കനുസരിച്ചിട്ടുള്ള വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഒരാളും പട്ടിണി കിടന്ന് പോകില്ല. അതാണ് ഭാരതീയ സംസ്കൃതിയുടെ മഹത്വം. ബാക്കിയുള്ളവരെല്ലാം അവര് തുന്നിയ ഷർട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ വെട്ടിമുറിക്കണം. നമുക്കങ്ങനെയല്ല. അളവെടുത്തിട്ട് നമുക്ക് ഷർട്ടും വസ്ത്രവും തുന്നി തരികയാണ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഇതുള്ളത്. അവസ്ഥാന്തരം മാത്രം. അതുകൊണ്ട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ, ബലി ചെയ്യുമ്പം ആരെയും കൊല്ലുന്നില്ല. ഭഗവാൻ തന്നെ കൃഷ്ണൻ ഗീതയിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ അർജുനനോട് പറയും, ഹന്യതയെ ഹന്യമാനേ ശരീരേ. ശരീരത്തെ ഹനിക്കുന്നവൻ വാസ്തവത്തിൽ ഒന്നിനെയും ഹനിക്കുന്നില്ല. ഗീത വായിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ബലിയെ എതിർക്കുന്നത് എന്നുള്ളതാണ് വളരെ വിചിത്രവും വൈരുദ്ധ്യാത്മകവുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഗീതയിൽ ഉടനീളം അർജുനനോട് പറയുന്നത് തട്ടടാന്നാണ്. ആദ്യം മുതൽ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ചിലരിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ അർജുനന് മനസ്സിലായിട്ടില്ല അത്ര ഗീത. പിന്നെ ഗിരീഷ് കുമാറിനും ഗോപാലകൃഷ്ണനും കല്യാണിക്കുട്ടിക്കും ഒക്കെയാണോ മനസ്സിലാവാൻ പോണേ? സവ്യസാചിനായിട്ടുള്ള, ഗുഡാകേശനായിട്ടുള്ള, പരന്തപനായിട്ടുള്ള, വിജയനായിട്ടുള്ള പാർത്ഥൻ. പൃഥു എന്നുള്ള വാക്കിന് എക്സ്പാൻഷൻ ഉള്ള ആളെന്നാണ്. പാർത്ഥൻ എന്ന് പറഞ്ഞാൽ വികസിത ബോധസ്വരൂപൻ എന്നർത്ഥമുണ്ട്. മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല, നമുക്കാ. അപ്പൊ അവര് പറയണത് എന്താ വെച്ചാൽ അർജുനനെ നിമിത്തീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് അത്ര ഗീത പറഞ്ഞത്. അർജുനന് മനസ്സിലായിട്ടില്ല. അർജുനന് മനസ്സിലായിട്ടില്ല ഗീതയെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഈ ജന്മത്ത് മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം ഇത് ഡയറക്റ്റ് റിലേ കേട്ട ധൃതരാഷ്ട്രർക്ക് മനസ്സിലായില്ല. അപ്പൊ ആർക്കും മനസ്സിലാവാൻ പോകില്ല. അപ്പൊ അതൊക്കെ വെറുതെ പറയണതാണ്. അർജുനന് മനസ്സിലായില്ല ഗീത, അതുകൊണ്ട് ഗീത കൊല്ലാൻ പറയുന്നതല്ല. ശരിയാണ്, അത് കൊല്ലാൻ പറയുന്നതല്ല. ഇതിൽ കൊല്ലും കൊലയും ഇല്ല. ഇത് ബിയോണ്ട് ദാറ്റ് ജീവിക്കാൻ പറയുന്ന ഒരു ടെക്സ്റ്റാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് ഫസ്റ്റ് ലാസ്റ്റ് വായിച്ചാൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും എങ്ങനെയാണ് ഈ ഭേദ തലത്തിൽ നിന്ന് വിട്ട്
ജീവിക്കാൻ പറ്റുക. അഭേദ തലത്തിൽ ജീവിക്കാൻ നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ടെക്സ്റ്റാണ് ഗീതം. ഭേദതലത്തിലാണ് ഈ വേണം വേണ്ട അരുത് അരുതായികൾ. പിന്നെ നമുക്ക് അവിടെ നിർത്താം. നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതേ ഉള്ളൂ. നാളെ നമുക്ക് വളരെ രസകരമായിട്ടുള്ള മരണത്തിൻ്റെ പല കാഴ്ചപ്പാടൊക്കെ നാളെ മാത്രാസ്പർശാസ്തു. എനിക്ക് തോന്നുന്നു നാളെ ആ ഒരൊറ്റ ശ്ലോകം ഒന്നും കൂടി എടുക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ നാളത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാപായിനു അനിത്യാസ്താം തിതിക്ഷസ്വ ഭാരത. നാളത്തെ ശ്ലോകമാണ്. വന്നു പോകുന്നതിനെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക. അതെങ്ങനെയാണെന്നും അതിനെപ്പറ്റി നമുക്ക് നാളെ കൂടെ കേൾക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇത് മുഴുവൻ കേട്ടാൽ നമ്മൾ മുക്തരാണ്. അപ്പൊ അതുകൊണ്ട് ഗീത നമുക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പോയാൽ അധ്യായം തീർക്കാൻ പോയാൽ ഇത് ഒന്നും പിടിക്കും. ഇങ്ങനെ പോകുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് വെളിക്കണോ വേണ്ടിയോന്നെങ്കിലും തീരുമാനിക്കാമല്ലോ. കാരണം ഈ നിങ്ങൾ വിചാരിച്ചു കാണില്ല ചിലപ്പോൾ ഇതാ സാധനം എന്ന്. ഇതാണെന്ന് അറിഞ്ഞാൽ വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇനിയും പിടിക്കാം. അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ. ഇതിനൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എത്ര കാലം കഴിഞ്ഞാലും. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസമാണ്. ഇത് ഭാരതീയ സംസ്കൃതി അനുവദിക്കുന്നതാണ്. ശരികൾ എന്ന് പറയുന്നത് ഓരോരുത്തരും തീരുമാനിക്കുന്നത് ഭരണഘടനാപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഇനി നമ്മൾ ഇന്നലെ കേട്ടു ആ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ, നാമം നമ്മൾ ജപിക്കുമ്പോൾ അതോടൊപ്പം പലതരത്തിലുള്ള ചിന്തകൾ, കോൺസെപ്റ്റ്സ് വരും. പതുക്കെ ആ കോൺസെപ്റ്റ്സ് കുറഞ്ഞ് അക്ഷരം മന്ത്രം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും, ശബ്ദം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ എന്നാലും കോൺസെപ്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. പക്ഷെ കൂടുതൽ നേരം നമുക്ക് മന്ത്രത്തിൽ നിൽക്കാൻ, നാമത്തിൽ നിൽക്കാൻ, ശബ്ദത്തിൽ നിൽക്കാൻ സാധിക്കും. അല്ലെ ശ്വാസം ആണ് നിങ്ങൾ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ശ്വാസത്തിൽ നിൽക്കാൻ സാധിക്കും. അത് സവിതർക്ക സമാധി. കോൺസെപ്റ്റ്സ് എല്ലാം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, ആ ശബ്ദം ഉണർത്തുന്ന വികാര വിക്ഷേപങ്ങളെല്ലാം ഇല്ലാതെയായി കഴിഞ്ഞാൽ, അർത്ഥ വിക്ഷേപങ്ങളെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ ശബ്ദം മാത്രമായിട്ട് നിൽക്കുമ്പം അവിതർക്ക സമാധി. ആ ശബ്ദം എന്ന് പറയുന്നത് ഊർജം കേന്ദ്രീകരിച്ചതാണ്. കാരണം എല്ലാ ശബ്ദത്തിനും വേവ് ലെങ്ത് ഉണ്ട്. അപ്പോൾ അതൊരു എനർജി ഫോമാണ്, അത് ഊർജമാണ് എന്ന് മനസ്സിലാക്കുമ്പം സവിചാര സമാധി. പിന്നെ ആ ഊർജമാണ് എല്ലായിടത്തും ഉള്ളത്, ലോക്കലൈസ്ഡ് അല്ല, അതെല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നിർവിചാര സമാധി. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളുടെ ഒബ്ജക്റ്റീവ് ലോകം, വിഷയ ലോകം അവസാനിക്കുക. അപ്പം അടുത്ത ചോദ്യം നമുക്ക് വരിക, ആരാണ് ഈ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ അനുഭവങ്ങളും ഊർജത്തിൻ്റെ വകഭേദങ്ങളാണ് എന്ന നിർവിചാര സമാധിയുടെ തലത്തിലെത്തിയാൽ പിന്നുള്ള ചോദ്യം ആരാണിത് അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് തലത്തിൽ നിന്ന്, വിഷയത്തിൻ്റെ തലത്തിൽ നിന്ന് വിഷയിയുടെ സബ്ജക്റ്റിൻ്റെ തലത്തിലേക്ക് നമ്മൾ മാറും. സബ്ജക്റ്റിൻ്റെ തലത്തിലേക്ക് മാറുമ്പം ഉണ്ടാകുന്ന ആദ്യത്തെ അനുഭവം ആനന്ദത്തിൻ്റെതാണ്. മനസ്സ് ശാന്തമായി തുടങ്ങുമ്പോൾ തന്നെ ഈ ആനന്ദം സ്ഫുരിക്കാൻ തുടങ്ങും. പക്ഷേ സവിചാര നിർവിചാര സമാധികളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ തിരിയുമ്പം നമുക്കുണ്ടാകുന്നത് ആനന്ദമാണ്. ആ ആനന്ദം അനുഭവിക്കുന്നത് ആനന്ദ സമാധി. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ടുള്ള തലത്തിൽ നിന്ന് സബ്ജക്റ്റീവായിട്ടുള്ള തലത്തിലേക്ക് വന്നു. അപ്പോൾ അത് മനസ്സിൻ്റെയും അഹങ്കാരത്തിൻ്റെയും തലം. വിതർക്ക വിചാര സമാധികൾ പഞ്ചഭൂതങ്ങളുടെ തലം പുറത്താണ്. ആ പഞ്ചഭൂതങ്ങളുടെ തലത്തിൽ നിന്ന് വിഷയങ്ങളെല്ലാം പഞ്ചീകൃതമായതാണ്. നമ്മുടെ ശരീരവും പഞ്ചീകൃതമായതാണ്. ശരീരത്തെ അനുഭവിക്കുന്ന ഒരു ബോധമുണ്ട് നമുക്ക്. ആ ബോധത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ അല്ലെങ്കിൽ ചേക്കേറുമ്പോൾ അത് മനസ്സിൻ്റെയും അഹങ്കാരത്തിൻ്റെയും തലമാണ്. അവിടെ ആനന്ദമാണ് ഉണ്ടാവുക. അത് ആനന്ദ സമാധി. ഇനി നമുക്ക് അവിടുന്ന് നാളെ പോകാനുള്ളത് അസ്മികാ സമാധി. അതിലേക്ക് നമുക്ക് നാളെ പോകാം. മനസ്സിൻ്റെ തലത്തിലേക്ക് നമ്മളിപ്പോൾ എത്തി. 24 തത്വങ്ങളിൽ പൃഥ്വി തത്വം മുതൽ നമ്മൾ പതുക്കെ അകത്തോട്ട് കയറി ഈ ഇന്ദ്രിയങ്ങൾ കഴിഞ്ഞു, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, തന്മാത്രകളുടെ തലവും തന്മാത്രകളാണ് ഊർജത്തിൻ്റെ തലം. ആ തലവും കഴിഞ്ഞ് നമ്മളിപ്പം മനസ്സിൻ്റെ തലത്തിലാണ് നിൽക്കുന്നത്. ആ മനസ്സിൻ്റെ തലത്തിൽ മനസ്സ് മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പം ശബ്ദമൊന്നുമില്ല, നാമമൊന്നുമില്ല. ഇപ്പോൾ
നാമം രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നാമം കഴിഞ്ഞു. അവിതർക്ക സമാധി കഴിഞ്ഞപ്പം നാമം കഴിഞ്ഞു. ഇനി നാമമൊന്നുമില്ല. ഊർജത്തിന്റെ തലങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഊർജത്തിന്റെ തലങ്ങൾ കോൺഷ്യസ്നെസ്സിന്റെ തലവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, എനർജി കോൺഷ്യസ്നെസ്സിന്റെ തലവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ആനന്ദസമാധി. നമുക്ക് ഇന്ന് ആനന്ദസമാധിയിൽ നിന്നിട്ട് നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യാം. നിയമങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ നിയമങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം, അത് നിങ്ങൾക്ക് പാലിക്കാം. ഇതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. നിസർഗദത്ത് മഹാരാജ് എന്ന് പറയുന്ന ഒരു വലിയ സിദ്ധനുണ്ടായിരുന്നു, മുക്തപുരുഷനുണ്ടായിരുന്നു, ബോംബെയുടെ ചേരി പ്രദേശത്ത്. അദ്ദേഹം ചേരി പ്രദേശത്താണ് ജീവിച്ചിരുന്നത്, നിസർഗദത്ത് മഹാരാജ്. അദ്ദേഹത്തിനോട് ഒരിക്കൽ ആലോചിച്ചെന്ന് ചോദിച്ചു, ആധ്യാത്മിക സാധനയിൽ നിയമം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒറ്റ നിയമമേ ഉള്ളൂ, ഡോണ്ട് ഹേർട്ട്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഉപദ്രവിക്കരുത്. ആരെ, എന്തിനെ, എപ്പോൾ, അതൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ വേറെ നിയമങ്ങളൊന്നുമില്ല. അത് നിയമം സ്വയം രൂപീകരിക്കപ്പെട്ടുള്ളൂ. നമുക്കിനി മെഡിറ്റേഷനിലേക്ക് കടക്കാം. ശരീരത്തെ സ്വസ്ഥമായിട്ട് ഇരുത്തുക.